12:26. എബ്രായ ലേഖനം 12-ാം അധ്യായം 26-ാം വാക്യം പോലും വായിക്കാം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്നും അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിനും നിർമ്മിതമായ ഇളക്കമുള്ളതിനും മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഹഗായിയുടെ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ലോകരാജ്യത്വങ്ങളെ ഇളക്കി മറിക്കുമെന്നുള്ളതായൊരു വചനത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വായിക്കാം. ഹഗായി 2:6. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞോന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കുമെന്ന്. സകല ജാതികളെയും ഇളക്കി ഒരു മനോഹര വസ്തു, അത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഉണ്ടായ ദൈവസഭയെ കാണിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ രാജ്യങ്ങളുടെ 24 ഹഗായി 2:24 വായിക്കുമ്പോൾ ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനങ്ങളെ മറിച്ചിടും. പുതിയ രാജ്യത്വത്തിലേക്ക് ദൈവം രാഷ്ട്രത്തെ നടത്തുന്ന കാര്യമാണ് ഇവിടെ ഇരിക്കുന്നത്. വായിക്കാം. ഹഗായി 2:28 22 വായിക്കാം. ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും. രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും. ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും. ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ അതിന് ഇംഗ്ലീഷിൽ ഓവർടേൺ, കീഴ്മേൽ മറിക്കുമെന്നാണ്. 3 പ്രാവശ്യം ഓവർടേൺ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനത്തിൽ അത് കാണുന്നുണ്ട്. 22-ലാണെന്ന്. അവിടെ 3 യുദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ 3 ലോകമഹായുദ്ധങ്ങൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. 1-2 കഴിഞ്ഞു. അപ്പോൾ ഈ യുദ്ധങ്ങളെല്ലാം കഴിയുന്നതോടെ ലോകരാജ്യങ്ങളുടെ സ്ഥിതികൾക്ക് വളരെ വ്യത്യാസം വരികയാണ്. എന്നാൽ നമുക്കറിയാം, ദൈവത്തിനെതിരായിട്ടൊരു ശക്തി, ലൂസിഫർ എന്ന് പറയുന്ന ആ ശക്തി ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ട് എപ്പോഴും പ്രവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായി അവൻ ദൈവത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ കയറും, അത്യുന്നതനോട് സമനാകും. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്ന പോലെ ദൈവത്തോട് ഏറ്റവും അടുത്തിരുന്നവനും ദൂതന്മാരിൽ ഗബ്രിയേലിനേക്കാളും മിഖായേലിനേക്കാളും മികച്ചവനായിരുന്ന ഈ അരുണോദയ പുത്രൻ എന്ന് പറയുന്ന ശുക്രൻ, അരുണോദയ പുത്രനായ ശുക്രൻ എന്നാണ്. അത്രയും തേജസ്സും മഹത്വമുള്ളവനായ ഈ ലൂസിഫർ ദൈവം നിൽക്കുന്ന സമയത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യങ്ങളെ പ്ലാൻ ചെയ്തത്. മണ്ണിൽ നിന്ന് മണ്ണുകൊണ്ടും ഉണ്ടാക്കുന്ന മനുഷ്യനെ മഹിമയും മുടി ചൂടിക്കൊണ്ട് ദൈവം തൻ്റെ സിംഹാസനത്തിൽ അവൻ ഇരുത്തുക എന്നുള്ള വലിയൊരു അത്ഭുത പ്രവൃത്തിയാണ് ദൈവം പദ്ധതിയിട്ടത്. അപ്പോൾ മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട മനുഷ്യൻ ഈ സിംഹാസനത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളും അവനെ ആരാധിക്കണോ, ഞങ്ങളും ഈ മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട മനുഷ്യനെ ആരാധിക്കണമെന്നുള്ളതായ ചിന്ത കയറി. അതാണ് ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് കാരണം അവൻ വിചാരിച്ച ദൈവം കഴിഞ്ഞാൽ പിന്നെ അവനേക്കാൾ വലിയവൻ ആരുമില്ല എന്നാണ്. പക്ഷേ അവിടെ എന്ത് ചെയ്തു? ദൈവം അത്ഭുതമായി ഈ മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കിയെങ്കിലും പിന്നീട് അവനെ ആരാക്കി തീർക്കുമെന്നുള്ളതായ ആ മഹത്വമേറിയ കാര്യം ലൂസിഫർ പിടികിട്ടില്ല. ആ അഹങ്കാരവും നിഗളമാണ് യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ ഞാൻ അത്യുന്നതനോട് സമനാകും. യെശയ്യാപ്രവചനം 14:12 വായിച്ചേ. അരുണോദയ പുത്രനായ ശുക്ര. ശുക്ര എന്നുള്ളതാണ് ഇംഗ്ലീഷ് മാത്രമാണ് ലൂസിഫർ എന്ന് കിടക്കുന്നത്. മലയാളത്തിൽ ലൂസിഫർ എന്നില്ല. അരുണോദയ പുത്രനായ ശുക്ര. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും. ഞാൻ, അതാണ് അഹംഭാവം, ഈഗോ. അതാണ് പാപത്തിൻ്റെ ഉത്ഭവം. നമുക്കൊക്കെ അങ്ങനല്ലേ, അജ്ഞാനം എന്നുള്ളത് കയറുമ്പോഴാണ്. ഇപ്പം ഞങ്ങളൊക്കെ ചില ഫെയ്ത്തോങ്ങളൊക്കെ വേല ചെയ്യുമ്പോഴേ വേലയിൽ പ്രകാശിക്കും. ചിലപ്പോൾ വിശ്വാസികൾ ഞങ്ങളെ വളരെ പ്രശംസിക്കും. നല്ല പ്രസംഗമാണ്, നല്ല പരിപാലനമാണ്, നല്ല പാട്ടുകാരിയാണ്, നല്ല മദറാണ്, നല്ല ഭാഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അറിയാതെ ഒരു സ്പിരിറ്റും കയറും. അപ്പോഴായിരിക്കും ഒരു ട്രാൻസ്ഫർ വരുന്നത്. ഈ ട്രാൻസ്ഫർ വേറൊരാളെ കൊണ്ട് അയക്കുമ്പോഴേ
ഇവർക്ക് അസ്വസ്ഥതയാണ്. കാരണം ഇവരെക്കാൾ എന്തെങ്കിലും യോഗ്യത അവർ കൂടുതലാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഒന്നുകിൽ കീഴ്പ്പെടണം, താഴണം, അല്ലെങ്കിൽ മത്സരിക്കണം. അങ്ങനെയാണ് ചില ട്രാൻസ്ഫറുകളൊക്കെ നമുക്ക് ഉണ്ടാകാൻ കഴിയുന്നത്. പെട്ടെന്ന് ചില ട്രാൻസ്ഫറുകളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ വിപ്ലവവും പ്രശ്നവും പ്രയാസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചിലർ പോകുന്നില്ല. വിപ്ലവം എന്ന് പറയുന്നത് വഴക്കുണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. കാരണം അവരുടെ മഹത്വം ഇല്ലാതായിത്തീരും. ഇതുപോലെ മനുഷ്യനെ മഹിമയിൽ മുടിചൂടിക്കുന്ന വിഷയം കേട്ടപ്പോൾ ലൂസിഫറിന് പ്രയാസമായി. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നീളം കയറിയിട്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ കയറും. ദൈവത്തിന് വായിക്കാം. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും എന്നവന്റെ മനസ്സിലുണ്ടായ ആ വിചാരങ്ങൾ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ കാലത്തിൽ മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളുടെ ദോഷം ദൈവം മനസ്സിലാക്കുന്നതാണ്. ചില സൈക്ലോണൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കറിയാം, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇന്ന സ്ഥലത്തിൽ, ഇന്തോനേഷ്യയുടെ പരിസരത്ത്, അല്ലെങ്കിൽ പസഫിക് സമുദ്രത്തിൽ, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് സയൻസിന് വരാൻ പോകുന്ന, അതായത് 3 മാസത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ അടുത്ത ആഴ്ചയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ കൊടുങ്കാറ്റിനെ മൂലകാരണമായ ന്യൂനമർദ്ദം അതുണ്ടാകാൻ പോകുന്നുവെന്ന് കണ്ടുപിടിക്കുന്ന കാലമാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങൾ, നിരൂപണങ്ങൾ, അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാരിൽ ഞാൻ തൊടുപുഴ ഇരിക്കും, 3 ഡോക്ടർമാർ എൻ്റെ അടുത്ത് വരുമായിരുന്നു. 3 ഡോക്ടർമാരെ പരിചയപ്പെട്ടു. അതിലൊരാൾ MBBS കാരനാണ്. MBBS കാരൻ ഒരു അളവ് വരെ ട്രീറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. പിന്നെ MS, MD 2 ഡോക്ടർമാർ വന്നു. അപ്പോൾ MS കാരനെ കത്തിവെക്കാം, ഓപ്പറേഷൻ ചെയ്യാൻ. എന്നാൽ MBBS കാരന് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല. അതിനാണ് മാസ്റ്റർ സർജൻ. 3ാമത് ഒരു ഡോക്ടർ വന്നു, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടർ തൊടുപുഴ വന്ന് എൻ്റെ കൂടെ ഒരാഴ്ച താമസിച്ചു. ഇതിനാണെന്നറിയാം, പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാൻ. പുള്ളി MCH കാരനാണ്. അതായത് MS-നെയും MD-യെക്കാളും അടുത്ത സ്റ്റെപ്പ്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ വേണ്ടി അദ്ദേഹം വന്ന് ഒരാഴ്ച കാത്തിരുന്നു. ഒരു ശക്തിയൊക്കെ ലഭിച്ചെങ്കിലും ശരിയായ അഭിഷേകം ഉണ്ടായില്ല. പിന്നെ താൻ ഇംഗ്ലണ്ടിൽ പോയി, ഇംഗ്ലണ്ടിലെ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ MCH കാരൻ പറയുന്നത് രോഗമുണ്ടാകാൻ സാധ്യതയുള്ള അണുക്കളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് ട്രീറ്റ് ചെയ്യാണ്. അതിന് വലിയ മൈക്രോ ലെൻസൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ കുറേ കൂടെ അഡ്വാൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ ദൈവത്തിന് മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇതെത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഇനി അടിക്കാൻ പോകുന്നത് പ്രവചിക്കുന്ന പോലെ ഈ ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങൾ ഉണ്ടാകുന്ന ദോഷം വലുതെന്ന് കണ്ടപ്പോൾ ആ സമൂഹത്തെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചു. അത് കാരണം മനുഷ്യൻ ജഡമാണ്, അവൻ ആത്മാവില്ലാത്തവൻ. അവനിരുന്നാൽ കൂടുതൽ ദോഷമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് അവനെ നശിപ്പിച്ച് പിന്നീട് ഒരു തലമുറയെ ദൈവം ഉണ്ടാക്കിയത്. പിന്നെ ഇങ്ങനെ പാരമ്പര്യമായി ദോഷങ്ങൾ പെരുകുമ്പോൾ ആ ന്യായവിധികളും പെരുകും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഒരു വലിയ ന്യായവിധി ലോകത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. കാരണം നോഹയുടെ കാലം പോലെയും ലോത്തിൻ്റെ കാലം പോലെയും വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ആ ന്യായവിധി ഇനി താമസിക്കുന്ന ലോകത്തിലുണ്ടാകും. എനിവേ, അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ലൂസിഫർ വെട്ടേറ്റ് താഴെ വീണു. സ്വർഗത്തിൽ നിന്ന് അവൻ്റെ സ്ഥാനം പോയി കഴിഞ്ഞപ്പോൾ അവൻ ഭൂമിയിൽ വന്ന് തൻ്റെ രാജ്യത്തെ സ്ഥാപിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ വ്യാപരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഭൂമി പാഴും ശൂന്യമായി മാറാൻ തുടങ്ങി. സാത്താൻ്റെ വ്യാപാര ശക്തി, ഇന്ന് ഏലിയൻസൊക്കെ ഭൂമിയിൽ വർക്ക് ചെയ്യുന്ന പോലെ ഈ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഭൂമിയിലേക്ക് സാത്താൻ വന്ന്, അല്ലെങ്കിൽ ഈ ലൂസിഫർ സംഘവും വസിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ അന്ന് മനുഷ്യൻ മാത്രമേ ഭൂമിയിലില്ലായിരുന്നുള്ളൂ. മനുഷ്യൻ ഭൂമിയിലില്ലായിരുന്നു. കാരണം ചരിത്ര ഗവേഷകന്മാർ പറയുന്നുണ്ട്, അതിനു മുമ്പ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുമ്പുണ്ടായിരുന്ന ജന്തുക്കളുടെ ഫോസിൽസ് എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ ഇല്ല. മനുഷ്യൻ്റെ ഫോസിൽസ് മാത്രം ഈ പറഞ്ഞ കാലയളവിലേക്ക് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായൊരു ലോകം ഉണ്ടായിരുന്നു. അവിടെയാണ് ദിനോസർ, വലിയ കാണ്ടാമൃഗം എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള പല ഹ്യൂജ് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലം. എന്നാൽ ആ ഭൂമിയെ ദൈവം വെള്ളം കയറ്റി മുക്കിക്കളഞ്ഞു. മുക്കിയിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ദി ലോർഡ് മൂവിങ് അപ്പോൺ ദി ഫേസ് ഓഫ് ദി എർത്ത്, ഈ ഭൂമിയെ പരിപാലിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടേയിരുന്നു.
അവിടുന്ന് റീക്രിയേഷനാണ് പിന്നീട് നമ്മൾ കാണുന്ന ഉൽപ്പത്തി കാണുന്നത്. വീണ്ടും ഉണ്ടാക്കപ്പെട്ട ഭൂമി, നവീകരിക്കപ്പെട്ട ഭൂമി, റെസ്റ്റോറേഷൻ. ആ നവീകരണ ഭൂമിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഉണ്ടാക്കിയിരുന്ന ഭൂമിയിൽ ലൂസിഫറും സംഘവും വ്യാപിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവനെ അവിടെ തുരത്തി ഏതോ മറ്റൊരു പ്ലാനറ്റിലേക്ക് അവനെ തട്ടിക്കളഞ്ഞു. അത് വേദപുസ്തകത്തിലുണ്ടത്, യെശയ്യാപ്രവചനത്തിലുണ്ട്. അവനെ വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിലേക്ക് യവന്മാരെ അയച്ചു കളഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഓരോ സ്പിരിറ്റ് വീണ്ടും ഹേമം ഉണ്ടാക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അകത്ത് ഇത്രയും ദൈവമക്കളായ നമ്മൾ ഓരോ സമയത്ത് ഓരോ സ്പിരിറ്റുകൾ നമ്മൾ സ്കാൻവാസ് ചെയ്യാറുണ്ട്. നമ്മളതിന് അടിമപ്പെട്ടു പോയാൽ ഭയങ്കര പ്രശ്നമായി തീരും. കോപത്തിൻ്റെ, ജഡത്തിൻ്റെ, ദിവ്യാഗ്രഹത്തിൻ്റെയൊക്കെ ആത്മാവ് പെട്ടെന്ന് കയറി വരുമല്ലേ. ഇത്രയും ഉപദേശം പഠിച്ചവരും അനുഭവമുള്ള എനിക്ക് ഉൾപ്പെടെ തന്നെ കയറാറുണ്ട്. പക്ഷേ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് നമ്മൾ വീട് പോകുന്നില്ല. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കില്ലെങ്കിൽ എത്ര വലിയവനാണേലും അവൻ്റെ ഈ ന്യൂറോയിൽ ഈ മനസ്സിൽ വർക്ക് ചെയ്യുന്ന സ്പിരിറ്റുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം പറയുന്നത്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ഇപ്പോൾ മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കളങ്കപ്പെടുത്തും. എത്ര വലിയ പാസ്റ്ററായാലും, എത്ര വലിയ വിശുദ്ധിയായാലും വിശുദ്ധമതിയായാലും, നമ്മൾ എത്രത്തോളം ഉയർന്നാലും നമ്മുടെ മനസ്സിൽ ഈ ദുഷ്ടാത്മാക്കൾ പ്രവർത്തിക്കാൻ കഴിയും. അവിടെയാണ് നമ്മുടെ സ്വഭാവം ചിലപ്പോൾ മാറിപ്പോകുന്നത്. അത് ഈ ജഡത്തിൽ വസിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഈ ലൂസിഫർ എന്ത് ചെയ്തു? ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതാണ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നിമ്രോദിൻ്റെ കാലത്തിൽ, വരുവിൻ, നമുക്ക് ഭൂമിയെല്ലാം ചിതറിപ്പോകാതിരിക്കാൻ ഒരു ഭാഷയും ഒരു ജാതിയായ മനുഷ്യരെ നമുക്കൊരു വലിയ ഗോപുരം ഉണ്ടാക്കാൻ ആ 11-ാം അധ്യായത്തിൽ ആരംഭിച്ചു. സീനാർ ദേശത്തിൽ വായിച്ചു 4-ാം വാക്യം, വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. പേരുണ്ടാക്കുക, ഇത് പേരിനാണല്ലോ വലിയ പ്രാധാന്യം. എന്തെല്ലാം പ്രശ്നങ്ങൾ, റീൽസ് ഇടുക, എന്തെല്ലാം കോമാളിത്തരം കാണിച്ച് എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളാണ് ഈ റീൽസ് കൂടെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഞാൻ കണ്ടില്ല, 1-2 നോക്കിയതാണ്. എന്തെല്ലാം കോമാളിത്തരങ്ങൾ ഇത് കണ്ട് മനുഷ്യനെ ആസ്വദിക്കുകയാണ്. ഒരു ഭയങ്കര കുറ്റവാളിയെ പിടിച്ചുകൊണ്ട് പോയാലും ആ കുറ്റവാളിയെ പിടിക്കുന്നത് ഷൂട്ട് ചെയ്ത് ഇട്ടിട്ടത് വൈറലാക്കുകയാണ്. അവൻ ഹീറോയായി മാറുകയാണ്. അങ്ങനെ ഒരു ദുഷ്ടലോകത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നിവാസങ്ങൾ കാണിച്ചാലും. ഈയിടെ ഒരു വലിയ പാർട്ടിയുടെ സമ്മേളനത്തിൽ നഗ്ന പ്രദർശനം നമ്മൾ കേട്ടതല്ലേ? നഗ്ന പ്രദർശനം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെയുള്ള കോമാളിത്തരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിൽ മനുഷ്യൻ വലിയ സന്തോഷിക്കുന്നു. അപ്പം പേരുണ്ടാക്കുക, ഓരോ റീൽസ് ഇട്ട് പേരുണ്ടാക്കുക. രണ്ടാമത് ബർത്ത്ഡേ ആഘോഷം. എന്തുവായി ബർത്ത്ഡേ? എന്തുമാത്രം കാശാണ് ചിലവാക്കുന്നത്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മയെന്നെ. ഇതാണ് ബർത്ത്ഡേ. അതുകൊണ്ടാണ് പെന്തിക്കോസുകാർ ബർത്ത്ഡേ ആഘോഷിക്കരുത്, ആഘോഷിച്ചാൽ പിശാച് കയറും. കാരണം പഴയ മനുഷ്യനാണ് ആ ബർത്ത്ഡേ. പുതിയ മനുഷ്യൻ, നിക്കോദാമസിനോട് ദൈവം പറഞ്ഞില്ല, നീ വീണ്ടും നിക്കോദാമസിനെ പോലൊരു മനുഷ്യൻ, അത്രയും പള്ളിപ്രമാണി അറിവുള്ളവനും ഉപദേഷ്ടാവാനും അവരോട് നീ വീണ്ടും ജനിക്കണം. അപ്പം വീണ്ടും ആത്മാവ് ജനിക്കാത്തൊരു മനുഷ്യൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നെങ്കിൽ ഈ അകൃത്യത്തിലൊരുവായ മനുഷ്യൻ്റെ ഇതാണ് ആഘോഷിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കോമാളിത്തരങ്ങളെ കാണിക്കുന്നത്. അയ്യോ, അവിടെ പെന്തിക്കോസുകാരതിന് പ്രാധാന്യം കൊടുത്താൽ പോയ പിശാചിനെ വലിച്ചു കയറ്റുക എന്ന് ഓർത്തോണം. ചിലതൊക്കെ ഭയങ്കര ഫംഗ്ഷനാണ്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഇതാണ്, ആ പഴയ മനുഷ്യനെ നമ്മൾ പ്രാധാന്യം കൊടുക്കരുത്. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയോടുകൂടി ഉരിഞ്ഞു കളയേണ്ടവരാണ്. അപ്പോൾ അതിനെ വാഴ്ത്താൻ പോയത്. അങ്ങനെയുള്ള ബർത്ത്ഡേ ആഘോഷങ്ങളിൽ പോയി പങ്കെടുക്കരുത്. അത് നിങ്ങൾക്ക് അനുഗ്രഹമല്ല, അനുവദിക്കട്ടെ. അപ്പം അങ്ങനെ വീണുപോയ മനുഷ്യനെ കൂടി ഒരു സാമ്രാജ്യം ഉണ്ടാക്കണം. പിശാച് വിചാരിച്ച് എനിക്കും ഒരു സാമ്രാജ്യം വേണം. അങ്ങനെയാണ് ദൈവത്തിനെതിരായിട്ട് അവൻ മത്സരിക്കാൻ ഏദൻ തോട്ടം കഴിഞ്ഞ് ആരംഭിച്ചത്. അത് സീനാർ ദേശത്താണ് അല്ലേ വായിച്ച്? മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും. സീനാർ ദേശത്ത് അവർ കൂടിയെന്നല്ലേ? ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. സിനാർ ദേശം കിഴക്കോട്ട് യാത്ര ചെയ്ത്. സിനാർ ദേശം എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇറാഖ്, മെസോപ്പൊത്തോമിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ഇറാഖ് സ്ഥലങ്ങളാണ്. ആ ഇറാഖിലെ സമതല ദേശത്തിലാണ് ഇവർ ഈ ഗോപുരം പണിതത്. പക്ഷേ ദൈവം അത് ഇടിച്ചു കളഞ്ഞു. മലാക്കിയുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, അവർ പണിയട്ടെ ഞാൻ ഇടിച്ചു കളയും. ഒന്നാം അധ്യായത്തിനകത്ത് തോന്നില്ലേ? അവർ പണിയട്ടെ ഞാൻ ഇടിച്ചു കളയും. മലാഖി 1:4
വായിരുന്നു. Whereas the Edom said, whereas the improvidence is, we were written and built a desolate place, and thus saith the Lord of hosts, they shall build, and I will throw down. I will ബ്രൂട്ടസ് എന്ന് കേട്ടില്ലേ? ബ്രൂട്ട് ചെയ്ത് കളയും, ഇടിച്ചു കളയും. അപ്പോൾ ആവശ്യമില്ലാത്ത ഏത് പണികൾ എവിടെ പണിതാലും ഇടിച്ചു കളയും. വിശ്വാസ വീട്ടിൽ ഒരു ദൈവദാസ സഹോദരൻ, ഒരു ഉപദേശി തൻ്റെ മനസ്സിലെ പ്ലാൻ പ്രകാരം ആ വിശ്വാസം വീട് നടത്താൻ പോയാൽ കുറേ നാളിങ്ങനെ പണിത് വരുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ഇടർച്ച ഉണ്ടാക്കി തുടച്ചുകളെ. അതാണ് ചില വിശ്വാസങ്ങളിലൊക്കെ പ്രശ്നം. മതം വെച്ച് എങ്ങനെയായിരിക്കും വന്ന് കുറേ കാലം കഴിഞ്ഞ് കുറേ പേര് പരിചയമൊക്കെ ആയി ഒരു സംഘടനയായി. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് എല്ലാവർക്കും സെൽഫോണുള്ള കാലമാണ്. അതാ പണ്ട് കോമൺ ഫോണായിരുന്നു, ഇന്ന് മദർമാർക്കും സെൽഫോണുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാനും ബന്ധപ്പെടാനൊക്കെ സാധിക്കും. അങ്ങനെ ചിലപ്പോൾ അവരും ഇവിടെ നടന്നിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഇവിടെ തന്നെ നടന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ അവരൊരു കോട്ട ഉണ്ടാക്കും. ദൈവത്തിൻ്റെ നടത്തിപ്പ് കൂടാതെ ഉപദേശിയുടെ നടത്തിപ്പിലേക്ക് പോകും, മദറമ്മച്ചി അവരുടെ നടത്തിപ്പിലേക്ക് പോകും. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഒരാളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി വിടും. അവർക്ക് ഇവരുടെ പദ്ധതിക്ക് എതിരായിട്ട് ഉടനെ മാറും. പിന്നെ അവർ കുഴയും. നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമല്ലേ, നമ്മൾ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി, നിങ്ങൾ പണിയും ഞാൻ വഹിച്ചേ, അവർ പണിയട്ടെ ഞാൻ ഇടിച്ചു കളയും. അപ്പോൾ നമ്മുടെ ആത്മീയ കോളത്തിൽ പോലും ദൈവം വളരെ ശ്രദ്ധയെങ്കിൽ ലോകത്തിൽ ദൈവത്തെ കൂടാതെ പണിയുന്ന പണിയെല്ലാം ഇടിച്ചു കളയും. അത് ഒന്നാമത് ഇതിടിച്ചു, ബാബേൽ കോട്ട ഇടിച്ചു. പിന്നെ നിങ്ങൾക്കറിയാതെ രണ്ടാമതാണ് നെബൂഖദ്നേസർ രാജാവ് പണിയാൻ തുടങ്ങി. നെബൂഖദ്നേസർ രാജാവിനെ പോലെ രാജാവ് ലോകത്തിലുണ്ടായിട്ടില്ല. ഹാങ്ങിങ് ഗാർഡൻ കേട്ടിട്ടില്ല? ലോകമഹാ അത്ഭുതങ്ങളിൽ വലിയ ഒന്നാണ് ഹാങ്ങിങ് ഗാർഡൻ. അതുകൊണ്ട് എത്രയോ 50 അടിയോ ഏതായാലും 3 രഥങ്ങൾ ഒരുപോലെ പോകക്കൂടിയ ഇന്നത്തെ നമ്മുടെ നാഷണൽ ഹൈവേക്കാൾ വീതിയുള്ളതായ ഒരു വലിയ ഏരിയ മുഴുവനും കോട്ടയുണ്ടാക്കി അവിടെ ഗാർഡൻ ഉണ്ടാക്കി, വെളിൽ അന്തരീക്ഷത്തിൽ ഗാർഡൻ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ കാരണം ഈ നെബൂഖദ്നേസർ രാജാവിന് പല ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരു ഭാര്യ ഒരു കാട്ടുരാജാവിൻ്റെ മകളായിരുന്നു. കാടുകളൊക്കെ രാജാക്കന്മാരുള്ള കാലമല്ലേ. ആ പെണ്ണിൻ്റെ സൗന്ദര്യവും അവളുടെ മിടുക്കും കണ്ടപ്പോൾ രാജാവിന് അവളുടെ താല്പര്യം തോന്നി അവളെ അരമനയെ കൊണ്ടുപോകും. പക്ഷേ കാട്ടിൽ വളർന്ന ഈ രാജ്ഞിക്ക് ഈ പെൺകുട്ടിക്ക് ഇവിടുത്തെ ഈ സൈന്യവും പരേഡും ഇതൊന്നും ഇഷ്ടമില്ലാത്തവളായി മാറി. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഇവളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഷാജഹാൻ താജ്മഹൽ പണിതുപോലെ, അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തും തൻ്റെ ഭാര്യമാരെ പ്രസാദിപ്പിക്കാൻ ശലോമോൻ പണിതതുപോലെ നെബൂഖദ്നേസർ രാജാവ് വലിയ ഹാങ്ങിങ് ഗാർഡൻ, അത് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്താണ്. എങ്ങനെ ഉണ്ടാക്കി? ഇതുപോലെ ടെറസെല്ലാം ഉണ്ടാക്കി, എങ്ങനെയെന്ന് അറിയില്ല, അതിൻ്റെ മുകളിൽ ഗാർഡൻ പിടിപ്പിച്ചു. അപ്പോൾ ഏത് സ്ഥലത്താണ് ഇവളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ആ ദേശം മുഴുവനും സ്വർണ്ണക്കോട്ട അല്ലെങ്കിൽ സ്വർണ്ണ മതിൽ പണിതിന് ശേഷം എല്ലാം നല്ല ബ്രാസ്, പിച്ചള, സ്വർണ്ണം കൊണ്ടുള്ളതായ കഥകൾ, ആർക്കും തുറക്കാൻ വയ്യാത്ത വിധത്തിൽ ആ പൂട്ടിയിടുന്നതായ വലിയ ഓടാമ്പലുകൾ വെച്ചുള്ളതായ കഥകളുണ്ടാക്കി. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവനും നിഗളിച്ചു പോയി. ലൂസിഫർ അവൻ്റെ അകത്ത് കയറി. ദാനിയേൽ പുസ്തകം 2-ാം അധ്യായത്തിലാണോ? 2-4 4:30 ഇത് ഞാൻ എൻ്റെ പ്രതാപത്തിനായിട്ടുണ്ടാക്കിയ വായിച്ചേ, ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ. പലർക്കും പറ്റുന്നതാണ്. ധനം വർദ്ധിക്കുമ്പോൾ നീളം കയറും, പേര് വർദ്ധിക്കുമ്പോൾ നീളം കയറും, റെപ്യൂട്ടേഷൻ, പേരും പ്രശസ്തിയും, അങ്ങനെ പല കാരണങ്ങളാൽ നീളം കയറും. അപ്പോൾ രാജാവിന് നീളം കയറി. ഇത് ഞാൻ എന്ന് പറയുന്ന സ്ഥാനത്ത് പിശാചി കയറുമ്പോഴാണെന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞു, താഴോട്ട് വായിച്ചേ, ഇത് ഞാൻ എൻ്റെ ധനവാഹനത്തുണ്ടാക്കി മഹതിയാം ബാബേൽ അല്ലയോ? താഴെ രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായതെന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ നിന്നോട് ഇത് കൽപ്പിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ രാജാവ് രാജ്യസിംഹാസനങ്ങൾ മറിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ. ഈ കേരള രാഷ്ട്രീയത്തിൽ പോലും നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സഖാവിനെ ഇടതുപക്ഷ പാർട്ടികളെ ദൈവം അനുവദിച്ചു കൊടുത്തു. അത് കഴിയുമ്പോൾ അതിൻ്റെ വിചാരണകൾ നടക്കുക. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നാളെ സതീശൻ സഖാവിനും ഇത് തന്നെ, സഖാവ് എന്ന് പറഞ്ഞാൽ സഹോദരത്തിനുള്ളേ ഉള്ളൂ കേട്ടോ. സതീശ സഖാവ് നാളെ യോഗ്യമായി ഭരിച്ചില്ലെങ്കിൽ വിചാരണ നടക്കും. ഇന്നല്ല നാളെ നടക്കും, അല്ലെങ്കിൽ ദൈവം തന്നെ വിചാരണയിൽ ഉൾപ്പെടുത്തും.
പണിയാൻ കഴിഞ്ഞ് ഞങ്ങളുടെ ആലപ്പുഴയിൽ പുന്നപ്പുറയിൽ കളർകോട് ജംഗ്ഷനിൽ ഒരു കൊലപാതകം നടന്നു. അത് ഏകദേശം 3 മണി സമയത്ത് മനുഷ്യർ കാണുകെ ഒരു പാർട്ടിക്കാരൻ ഒരുത്തിനെ കുത്തിക്കൊന്നു. അന്നത്തെ രാഷ്ട്രീയ ബലം കൊണ്ട് ആ കേസ് തട്ടിപ്പോയി. പക്ഷേ കോടതിയിൽ വിചാരണ നടത്തിയതായ ജഡ്ജി തൻ്റെ മനസ്സാക്ഷിയിൽ അത് ആ വിചാരണ പൂർണ്ണമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താനിങ്ങനൊരു വരി തീർത്തു. ഈ കോടതിയിൽ ഇവനെ വിട്ടയച്ചിരിക്കുന്നു, പക്ഷേ മനസ്സാക്ഷിയിൽ കോടതിയിൽ ദൈവം ഇവനെ വിട്ടയച്ചിട്ടില്ല എന്നൊരു വരിയോടെ എഴുതി വെച്ചു. അതായത് ജഡ്ജിയുടെ മനസ്സാക്ഷിയിൽ ഈ വിധി ക്ലിയറല്ലെന്ന് എഴുതി വെച്ചു. നടന്ന സംഭവമാണ്. ഞങ്ങളൊക്കെ അന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ ആലപ്പുഴയിലാണ് കുറേ സമയം പഠിച്ചത്. ഇതുപോലെ 1 വർഷം തികയുന്ന അടുത്ത വർഷം 365-ാം ദിവസം കൃത്യമായിട്ട് ഈ 3 മണി സമയത്തിൽ ഈ കൊലപാതകം നടത്തിയവൻ അതിന് രക്ഷപ്പെട്ട് പാർട്ടി ബലത്തിൽ രക്ഷപ്പെട്ടു പോന്നെങ്കിലും ആ കളർകോട് ജംഗ്ഷനിൽ ഇങ്ങനെ ഡീസൻ്റായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടി അവിടെയാണല്ലോ സഖാക്കളെ കുഴിച്ചിട്ട പുന്നപ്പുറ വയലാറിലൊക്കെ കുഴിച്ചിട്ട കുഴിമാടമൊക്കെ ഉള്ളത്, സമാധികൾ. ഇത് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ സമയത്ത് ഒരിടി വെട്ടി ഈ മനുഷ്യൻ കരിഞ്ഞ് താഴോട്ട് വീണു. ബാക്കി ആർക്കും കേടില്ല. അപ്പോൾ എന്നവർ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. നോക്കണം, ജഡ്ജി എഴുതി വെച്ച് നടന്നു. ഇനി ഞാൻ മേൽപ്പാടത്തിരിക്കുന്ന സമയത്തിൽ നല്ല തടിയും മിടുക്കുള്ളതായ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടുള്ളതായ 3-4 സഹോദരന്മാർ വിദേശത്ത് വന്ന് ഒരു ഉപദേശി, IPC ഒരു ഉപദേശിയാണ്. അയാളുടെ ഭാര്യയുടെ നാക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര നാക്കാണ്, അടി കിട്ടിയില്ലെങ്കിൽ സ്ഥാനം. എന്നാൽ ഈ വിഷയത്തിൽ ഇവർ നീതി ഉള്ളവരായിരുന്നു. പക്ഷേ ഇവരുടെ തടിയും കൊണ്ട് അങ്ങോട്ട് കയറിയിട്ട് ഈ ഭാര്യയും ഭർത്താവിനെയും ഇടിച്ച് ബൂട്ട്സ്, വലിയ ഈ ആണിയുള്ള ബൂട്ട്സ് ഇട്ട് ചവിട്ടി ഈ പാഷ് ഇങ്ങോട്ട് വരുമ്പോൾ കർത്താവായുസിനെ ക്രൂശിച്ച് പോലെ രക്തം ഒഴുകിക്കൊണ്ട് വരികയാണ്. അന്ന് വരെ നാട്ടുകാരെല്ലാം തനിക്കെതിരായിരുന്നു. ചാക്കോച്ചൻ അവളുടെ പേര് കേട്ടോ. എതിരായിരുന്ന മനുഷ്യനെ ഇത് കണ്ടപ്പോൾ നാട്ടുകാർക്ക് സഹതാപം തോന്നിയിട്ട്, ചാക്കോച്ച ഇത് കേസ് കൊടുക്കണം, ഞങ്ങൾ സാക്ഷികളാണ്. പക്ഷെ പുള്ളി പറഞ്ഞു, ഞാനൊരു കേസിനും പോകുന്നില്ല. ഒരുപക്ഷെ മുൻകാലത്ത് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയായിരിക്കും, ദൈവം അവരോട് ക്ഷമിക്കട്ടെ. ആ മനുഷ്യൻ കൊണ്ട് ഒരിക്കലും പറയുന്നവരല്ല, ഒരു പോയിന്റ് പിടിച്ച് മനുഷ്യനെ കേസ് കൊടുക്കുന്ന പാർട്ടിയാണ് ഈ ചാക്കോച്ചൻ. പക്ഷെ അന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഭാര്യയെ ഇവരെന്ത് ചെയ്യുന്ന ഇഷ്ടി കൊണ്ട് ഇടിച്ച് ഈ കവളെല്ലാം പൊട്ടി ഒഴി നിൽക്കുന്ന കാഴ്ച കണ്ട് നാട്ടുകാരോട് അറിഞ്ഞപ്പെട്ടു പോയി. പക്ഷേ കേസിന് പോയില്ല. ഒരാഴ്ച കഴിഞ്ഞു. ഞാനെന്നാ മേപ്പാടത്ത് എത്തൂല. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട സഹോദരൻ ബൈക്കിൽ വരികയാണ്. മേപ്പാടം ജംഗ്ഷനിൽ കണ്ണൻ എന്ന് പറയുന്നൊരു ബസ് അതുവഴി ഓടുന്നുണ്ട്. കണ്ണൻ, ഈ ബസ്സുകാരൻ്റെ ഡ്രൈവർക്ക് മനസ്സിലായി ഈ സ്കൂട്ടർ ബൈക്കിൽ വരുന്ന ആൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ സാധാന്യ അല്ലെങ്കിൽ ഏതോ ശക്തികൾ വ്യാപിക്കുന്ന പോലെ ഇവൻ അസ്വസ്ഥനായി ഓടിക്കുകയാണ്. ഈ ബസ് ഡ്രൈവർ ബസ് നിർത്തിയിട്ട ബസ്സെ കൊണ്ടുവന്ന് ഈ മനുഷ്യനെ ഇടിച്ചിട്ട് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. അന്ന് ഞാൻ തിരുവല്ലയിലെ വർക്കേഴ്സ് മീറ്റിംഗ് നടക്കുന്ന സമയമാണ്. എന്നോട് വിളിച്ച് പറഞ്ഞു, നമ്മുടെ ഫെയ്ത്തോടെ തൊട്ടടുത്താണ്, ഇന്നാര് ഹോസ്പിറ്റലിൽ കിടപ്പുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ കാണാൻ ചെന്നപ്പോഴേ തൻ്റെ 2 കൈ ഒടിഞ്ഞ് ഒരു കാലൊടിഞ്ഞ്, ഇതെങ്ങനെ ഒടിഞ്ഞെന്നറിയത്തില്ല, ആകെ ഇടിച്ച് നിർത്തിയിട്ട ബസ്സാണ് പോയി ഇടിച്ചത്. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഈ ചതിന് പോകുന്ന മനുഷ്യനെ പോലെ തല മുതൽ ബോഡിയെല്ലാം ബാൻഡേജ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ തിരിച്ച് ഞാൻ മേപ്പാടത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു, പണ്ടൊക്കെ ദൈവത്തിൻ്റെ ന്യായവിധി താമസിച്ചത് ഇപ്പോൾ സ്പോട്ടിൽ കൊടുക്കുക എന്ന് പറഞ്ഞത്. അപ്പം മനുഷ്യൻ്റെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ സ്വാധീനം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടാലും ദൈവത്തിൻ്റെ കോടതിയിൽ ശിക്ഷ ഉറപ്പാണ്. ആ കാര്യം മറന്നുപോകരുത്. അപ്പോൾ ഇവിടെ നെബൂഖദ്നേസർ രാജാവിന് നോക്കണം, അവൻ നിഗളിക്കുമെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിനെല്ലാം നേരത്തെ മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് ദൈവം അവനെതിരായിട്ടൊരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. അവൻ്റെ പേരാണ് കോരസ്. യെശയ്യാപ്രവചനം 44-ന്റെ അവസാനം 45-ന്റെ 1-ലും, അതായത് യെശയ്യാപ്രവചനം എന്ന് പറയുന്നത് BC 700 കേട്ടോ. BC 700 കാലയളവിലാണ് ഈ പറഞ്ഞ യെശയ്യാവ് പ്രവചിക്കുന്നത്. നെബൂഖദ്നേസർ രാജാവ് 600 കാലയളവാണ്. അപ്പോൾ 100 വർഷം മുമ്പേ യെശയ്യാ പ്രവചനത്തിൽ നെബൂഖദ്നേസറെ കുറിച്ചുള്ള പ്രവചനം ഇവിടെ കാണുന്നുണ്ട്. വായിച്ച് 44-ന്റെ അവസാനം, യെശയ്യാ 44-ന്റെ അവസാനം 40. എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്ന് യെരുശലേം പണിയപ്പെടും. എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ?
പേർഷ്യ ദേശത്തിലെ മേദ്യ ദേശത്തിൽ പേർഷ്യ 2 രാജ്യം, മേദ്യ പേർഷ്യ. അപ്പോൾ പേർഷ്യ രാജ്യത്തിലെ മേദ്യ രാജ്യത്തിലെ ഒരു കാർന്നൂര് ജ്യോതിഷത്തിൽ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ജ്യോതിഷം നോക്കിയപ്പോൾ ആ ജ്യോതിഷകാരൻ പറഞ്ഞു, നിൻ്റെ മകളുടെ മകൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജ്യോതിഷം മനസ്സിലാക്കി മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാവോ, തൻ്റെ മോളെ കൊല്ലാൻ പ്ലാനിട്ടു. പക്ഷെ അവളൊന്ന് ഗർഭിണിയാണ്. ആ ഗർഭിണിയായവളെ കൊല്ലാൻ പ്ലാനിട്ടെങ്കിലും എന്തോ സംഭവം നടന്നു. എന്നാൽ കൊച്ചിനെ കൊന്നാൽ മതിയല്ലോ, ഗർഭിണിയെ കൊന്നാൽ മോശമല്ലേ. അവിടെ കൊച്ചിനെ പ്രസവിക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു പട്ടാളക്കാരനെ ഒരു സൈന്യ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചെന്നാണ് ഒരു കഥയാണ് കേട്ടോ, ചരിത്രമാണ്. അങ്ങനെ ഈ പട്ടാള ഉദ്യോഗസ്ഥനെ ഈ പെൺകുട്ടി മരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് കൊന്നിട്ട് അതിൻ്റെ ശവം കാണിക്കണം. ഇതാണ് രാജാവ് കൊടുത്ത നിയമം, തൻ്റെ മകളുടെ കൊച്ചിനെ. അപ്പോൾ അന്ന് പ്രസവം നടന്നപ്പോൾ ഒരു കാര്യമുണ്ടായി. ഈ സൈന്യാധിപന് രഹസ്യമായിട്ടൊരു വേറൊരു സ്ത്രീയിലൊരു കുട്ടി അന്ന് ജനിച്ചു. അത് പരസ്യപ്പെടുത്താൻ ഒക്കത്തില്ലല്ലോ. ആ കൊച്ചു ജനിച്ചപ്പോൾ ചാപിള്ളിയായിട്ടാണ് ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് വന്നില്ല. ഈ മനുഷ്യൻ ഈ ചാപിള്ളയായ തൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് രാജാവിനെ കാണിച്ചു കൊടുത്ത് ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിനെ തൃപ്തിപ്പെടുത്തി. മകളോട് പറഞ്ഞു ഈ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ രഹസ്യമായി 2 ദിവസം കാത്തതിന് ശേഷം തൻ്റെ ഒരു ആദിവാസി അല്ലെങ്കിൽ കാട്ടിൽ അവിടുത്തെ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അങ്ങനെ കാട്ടുജാതിക്കാരായി മനുഷ്യർ ഇടയന്മാരാണ്, അവരെ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ച് വളർത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ വളർത്തുന്ന സമയത്തിൽ 2 വയസ്സ് ആ കുഞ്ഞിനെയൊക്കെ എടുത്തിട്ടാണല്ലോ പോകുന്നത്. ചെന്നായ്ക്കൾ വന്ന് ഈ കുഞ്ഞിനെ അടിച്ചുകൊണ്ട് പോക്കളഞ്ഞു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ ബൈബിൾ കഥയൊക്കെ അറിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ പേരപ്പൻ, എൻ്റെ അപ്പൻ്റെ ചേട്ടൻ വലിയ കഥ പറയുന്ന മനുഷ്യനാണ്. പുള്ളി നല്ലൊരു സാഹിത്യവും കഥയുള്ളവൻ. അപ്പോൾ എപ്പോഴും ഞങ്ങളെ പിള്ളേരെ വിളിച്ചിരുത്തി ഒരുപാട് കഥകൾ പറയും. അതിലൊരു കഥയാണ് ചെന്നായി വളർത്തിയ കുട്ടി. പക്ഷേ ഇത് കോരസാണെന്ന് അറിയത്തില്ല. ആ പുള്ളിക്കാരന്ന് ചെന്നായി വളർത്തിയ കുട്ടിയെക്കുറിച്ച് ഇതിലുള്ള കുറേ കാര്യം പറഞ്ഞെങ്കിലും ഇത് കോരസാണെന്ന് വേറൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് മാത്രമാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിയത്തില്ല, പക്ഷെ ഒരളവ് ശരിയാണ്. അങ്ങനെ ഈ കോരസ് എന്ന് പറയുന്നവനെ ചെന്നായി അടിച്ചുകൊണ്ട് പോക്കളഞ്ഞു. ചെന്നായിക്കൊരു ഗുണമുണ്ട്, മനുഷ്യ കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്. മനുഷ്യ കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. ഈ കുഞ്ഞിനെ ഈ ചെന്നായിയുടെ കൂടുതൽ ഈ കുഞ്ഞും വളരാൻ തുടങ്ങി. അപ്പോൾ ചെന്നായിക്കുട്ടി നടക്കുന്ന പോലെ 2 വയസ്സ് മുതൽ ഇങ്ങനെ നടന്ന് 4 കാലം നടക്കാൻ തുടങ്ങി. അങ്ങനെ ചില വർഷങ്ങൾ കഴിഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ഈ രാജ്ഞിയുടെ ഈ പറഞ്ഞ വളർത്താൻ കൊടുത്ത ഇടയന്മാർ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ നോക്കിയപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞിങ്ങനെ തപ്പി നടക്കുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി തങ്ങൾ കൈവിട്ടു പോയ ആ കുഞ്ഞാണിത്. അപ്പോഴത്തേക്ക് 3-4 വർഷം കഴിഞ്ഞു. അവർ ചെന്ന് ഈ കുഞ്ഞിനെ വീണ്ടെടുത്തു, വളർത്തി. ഈ കഥയെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു. നിൻ്റെ വല്യപ്പൻ നിന്നെ കൊല്ലാൻ ഏൽപ്പിച്ചതാണ്. അന്ന് ഈ ചെന്നായുടെ പാലും കുടിച്ച് അതിൻ്റേതായൊരു സ്വഭാവമുണ്ട്. പക്ഷെ ദൈവം അവനെ പ്ലാൻ ചെയ്ത് വളർത്തിയെന്ന് നല്ലൊരു കഥ കുറച്ചുകൊണ്ട് കേട്ടോ, സമയം പോകുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കൊക്കെ മിക്കവാറും 1 മണിയാകുമ്പോൾ വിശപ്പ് കൂടും. ഇന്നാണ് ചേട്ടൻ നേരത്തെ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നേരത്തെ നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ പുറത്ത് കുറേ പേര് അധികം കേൾക്കാനുള്ളതുകൊണ്ടാണ് ഞാനും സമയമെടുക്കുന്നത്. കാരണം ഓരോന്നും അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്തെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെന്നായി വളർത്തിയ കുട്ടി എന്ന കോരസിനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവനെന്ത് ചെയ്തു, ആ ചെന്നായുടെ ഒരു മുരുട്ട് സ്വഭാവം തനിക്കുണ്ട്. പക്ഷേ ദൈവത്തിന്മേൽ അവൻ വലിയ പ്രത്യാശയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഈ കോരസൻ്റെ ഇടയൻ. അവൻ ഇടയന്മാരുടെ കൂട്ടത്തിൽ വളർന്നവനാണെങ്കിലും ദൈവത്തിന് അവനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവൻ ജനിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നെബൂഖദ്നേസർ ജനിക്കുന്നതിന് മുമ്പ് അവൻ രാജ്യം സ്ഥാപിക്കുന്നതിന് 100 വർഷം പെർസ്യ എഴുതിയിരിക്കുന്നു. കോരസൻ്റെ ഇടയൻ വായിക്കാം. കോരേശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരുശലേം പണിയപ്പെടും, മന്ദിരം അടിസ്ഥാനമിടുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. നോക്കണം, മന്ദിരം അടിസ്ഥാനമിടും. ഇതൊരു പേർഷ്യൻ രാജാവാണ്. പിൽക്കാലത്തിൽ ഈ മകൻ ഇവൻ പോയി തൻ്റെ വല്യപ്പനെ കൊന്നതിന് ശേഷം കോരസിൻ്റെ രാജ്യം അങ്ങനെയാണ് ആരംഭിക്കുന്നത്, പേർഷ്യൻ രാജ്യം വീണ്ടും. പക്ഷേ ദാരിയവേസ് എന്ന് പറയുന്ന ആളുടെ മകളെ ഈ കോരസിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മേദ്യരും പേർഷ്യരും തമ്മിൽ ഒരു ഐക്യതയോടെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നെബൂഖദ്നേസറിൻ്റെ അഹങ്കാരം വർദ്ധിച്ചത്. അപ്പോൾ 45-ാം അധ്യായത്തിൽ വരുമ്പോൾ കോരസിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എഴുതിയിട്ടുള്ളൂ, വായിച്ചേ.
യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി യഹോവ ചെയ്യുന്നു. ഒരു ജാതീയ രാജാവിനെ ദൈവം അഭിഷിക്തനാക്കി മാറ്റി. അവൾ പറയാണ്, ഇനി നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് വായിക്കുമ്പോൾ പറയുന്നത് എൻ്റെ ദാസനായ നെബൂഖദ്നേസർ. അവൻ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, നിങ്ങളുടെ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് നിങ്ങളെ തകർക്കാൻ. നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, അനുസരണക്കേട് കാണിച്ച് വഷളന്മാരായതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ ആലയത്തെയും തകർക്കാൻ എന്നെ ദൈവം വിട്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷേ അതേ പാപം, അതിനേക്കാൾ വലിയ പാപം തെറ്റ് നെബൂഖദ്നേസർ ചെയ്തപ്പോൾ അതിനെതിരായിട്ട് വേറൊരാൾ എഴുന്നേൽപ്പിച്ചു. ഇതുതന്നെയാണ് നമ്മുടെ ആത്മീയ കോളത്തിൽ പാസ്റ്റർമാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും ഭരണകർത്താക്കന്മാർ ഓർത്തോളം വ്യവസ്ഥ തെറ്റി നീ പോകുമ്പോൾ നിനക്ക് മേളിൽ വേറൊരാളെ എഴുന്നേൽപ്പിക്കും. നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ഭരണവും ഈ ഭരണത്തിൽ വ്യത്യാസം. ഫെയ്ത്തും അത് തന്നെയാണ്. അഹങ്കാരം നിങ്ങളെ മർദ്ദിച്ചാൽ അപ്പോൾ ദൈവം ഒരാളെ നിയമിക്കും. അവർ വരുമ്പോൾ നിൻ്റെ അളപ്പ് തെറിക്കും. നീ ഇങ്ങനെ വലിയ ആളാണെന്ന് പറഞ്ഞ് ശ്രീയാമുഞ്ഞെന്ന് പറഞ്ഞിരിക്കും ഇല്ലയോ? പക്ഷേ അതിനേക്കാൾ വലിയൊരു കുഞ്ഞിനെ വേറെ എഴുന്നേൽപ്പിക്കും. മദർമാരും അങ്ങനെയാണ് സിസ്റ്റേഴ്സ് ഓർത്തുന്നത്. അതുകൊണ്ട് ഭാവിക്കേണ്ടതിന് മീതി ആരും എന്ത് ചെയ്യരുത് സിസ്റ്ററെ, ഭാവിക്കാൻ പോകരുത്. അപ്പോഴേ ദൈവം വേറൊരാളെ നിയമിച്ചു. ജനിച്ചു പോലുമില്ല. നെബൂഖദ്നേസർ രാജാവ് ഭാവിയിൽ ഇന്നതായി തീരുമെന്ന് മനസ്സിലായിക്കൊണ്ട് ദൈവം ഒരു കോരസിനെ ഇങ്ങനെ ഉരുവാക്കിയെടുത്തു. വായിച്ചേ 45. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ജാതികളെ കീഴടക്കി. നോക്കണം, ജാതികളെ കീഴടക്കി. ഏത് ജാതികളെ? ബാബിലോണിയ ജാതികൾ. നെബൂഖദ്നേസർ രാജാവിന്റെ ജാതികളെ കീഴടക്കി. രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും രാജാക്കന്മാരുടെ അരക്കച്ചകളെ അടിപ്പിച്ച് നിർത്തും. പിന്നെ കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും. ബാബിലോൺ ദേശത്തിൽ ആർക്കും തുറക്കാൻ കഴിയാത്ത സ്വർണ്ണ കഥകൾ, ചെമ്പിൻ്റെയും പിച്ചളയുടെയും ചേർന്ന കഥകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കഥകളെ അവൻ തുറക്കും. നോക്കണം, ആ കഥവ് വരെയും ദൈവം പ്രവചിച്ചിരിക്കുക 100 വർഷത്തിന് മുമ്പേ. അടുത്ത് കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഈ കോരേശ് ബാബിലോൺ ദേശം അറ്റാക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയത്തിൽ ഈ പറഞ്ഞ ഒട്ടകപ്പുറത്തും, അത് വേറെ പറഞ്ഞുണ്ട് കേട്ടോ, ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തൊക്കെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കോരേശ് ഇരുമ്പോൾ യഹൂദ റബികൾ അവിടെ ഉണ്ട്. അവർ കോരേശിനെ ഈ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. നീ ജനിക്കുന്നതിന് മുമ്പേ അവന് വലിയ വിശ്വാസം വർദ്ധിച്ചു. അങ്ങനെയാണ് കോരേശ് സെരുബ്ബാബേലിന്റെ ആലയം പണിയാൻ പേർഷ്യൻ രാജാവ് ഉത്തരവിട്ടതിൻ്റെ കാരണം. ഇത് കുറെ കൂടെ വിവരമായി പറയേണ്ടതാണ്, പിന്നീട് പറയാം. അങ്ങനെ നീ അരക്കച്ചകളെ അഴിച്ച് വാതിലുകളെ തുറന്നു, വാതിലുകളെ അടച്ച് താട്ട് വായിക്കാം. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും. പക്ഷേ നീ ഭയപ്പെടണം, നിനക്ക് മുമ്പ് ഞാൻ ചെല്ലും. കാരണം ഇതൊക്കെ എൻ്റെ നിവൃത്തിയാണ്. ഞാനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, ഇന്ത്യയെ സൃഷ്ടിച്ചത്, കേരളത്തെ സൃഷ്ടിച്ചത്. അത് ഭരിക്കുന്ന ഓരോ ഭരണകർത്താക്കന്മാരും വിചാരിച്ചോണം. അതുപോലെ പെന്തിക്കോസ് മിഷനല്ല, IPC അല്ല, ചർച്ച കോഡല്ല, നേതൃസ്ഥാനത്തിരിക്കുന്നവരും സെൻട്രലിൻ്റെ ചുമതല വഹിക്കുന്നവരും ലോക്കലിലിരിക്കുന്നവരും വിചാരിച്ചോണം നിങ്ങളുടെ മേളിൽ ഉന്നതനും അതിന് മേളിലൊരു ഉന്നതനും അത്യുന്നതനും ഉണ്ടെന്നുള്ള ഓർമ്മയോടുകൂടി ജീവിച്ചാൽ ഭയത്തോടെ നിങ്ങളുടെ പ്രവാസകാലം ജീവിക്കുക. അല്ല, ഞാനാണ് ഇവിടുത്തെ രാജാവ്, കുമളിയുടെ രാജാവ്, കട്ടപ്പനയുടെ രാജാവ്, മദ്രാസിൻ്റെ രാജാവ് എന്ന് വിചാരിച്ചു പോയാൽ അപ്പോൾ ദൈവം വേറൊരാൾ എഴുന്നേൽപ്പിക്കും. അവൻ വരുമ്പോൾ നിനക്ക് വിറയിൽ പിടിക്കും. കാരണം നിന്നെ തകർക്കാൻ, നിന്റെ സാമ്രാജ്യം ഇല്ലാതാക്കാൻ ദൈവം തന്നെ നിനക്ക് മുമ്പാകെ ഇല്ലെന്നാണ്. ഞാൻ നിനക്ക് മുമ്പാകെ ചെന്ന് വായിക്കാം. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. നോക്കണം. അപ്പോൾ നെബൂഖദ്നേസർ രാജാവിൻ്റെയും രാജ്യം അസ്തമിച്ചു. പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ വിടുവിക്കപ്പെട്ടു. അവരെന്ത് ചെയ്തു? വീണ്ടും വന്ന് കഴിഞ്ഞ ആഴ്ചകൾ കേട്ടപോലെ സെരുബ്ബാബേലിന്റെ ആലയം പണിതു, പ്രവാസികൾ ആലയം പണിതു. അപ്പോഴത്തേക്ക് അവർ മാനസാന്തരപ്പെട്ടു. 70 വർഷം കൊണ്ട് പഴയ തലമുറയെല്ലാം നീങ്ങി മാനസാന്തരപ്പെട്ട ഒരു പുതിയ തലമുറയിലേക്ക് ദൈവം കൊടുത്തു. പിന്നെ അഹങ്കാരം കാണിച്ചു. യേശുവിൻ്റെ കാലത്തും യവന്മാർ കാണിച്ച അഹങ്കാരം. പീലാത്തോസ് പറഞ്ഞ് ഈ നീതിമാൻ്റെ രക്തത്തിൽ പങ്കിലെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെന്ന് ഏറ്റുവാങ്ങി യഹൂദന്മാരെ. പ്രവാചകൻ പറയുന്നു, അവന് വിൽക്കാൻ കൊണ്ടുപോയിട്ട് പോലും ഒരുത്തിനും വേണ്ട. ഏതാ യഹൂദൻ എത്രയോ ആരോഗ്യമുള്ളവനാണ്, സുന്ദരികളാണ്. പക്ഷേ അവർക്ക് വേണ്ട ഈ എന്താ പറയുക, ശാപം കെട്ടിയ മനുഷ്യർ. അവരെ വിലയ്ക്ക് അടിമകളെപ്പോലും വാങ്ങാൻ ഈജിപ്ത് ദേശത്തിൽ കൊണ്ടുപോയിട്ട് ഇല്ലെന്നാണ് ഒരു വാക്യം പറയുന്നത്. ഇരമ്യാവ് അങ്ങോട്ട് കിടപ്പുണ്ടാവുക. അപ്പോൾ നോക്കണം, അത്രയും ശാപഗ്രസ്തരായ ഒരു സമൂഹം, ദൈവത്തെ വിട്ടുപോയവർ. പെന്തക്കോസ്തുകാരെ നമ്മൾ ഓർത്തോണം. ഈ സത്യം മനസ്സിലാക്കിയതിന് ശേഷം ദൈവത്തെ വിട്ടിട്ട് തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കാനും സ്വയത്തിൽ വളരാനും തങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ ദൈവേഷ്ടത്തിന് വിരോധമായി വളർത്താൻ പോകുമ്പോൾ വിചാരിച്ചോണം ദൈവം നിനക്ക് ശത്രുവായി തീരും.
പിന്നെ ഏത് മന്ത്രവാദികളെ വിളിച്ചാലും പ്രവാചകന്മാരെ വിളിച്ചിട്ട് അയലോക്കാരൻ ചെയ്തതാണ്, അല്ല മുസ്ലിയാർ ചെയ്തതാണ്, അല്ല പൂജാരി ചെയ്താന്ന് പറഞ്ഞുകൊണ്ട് നീ അല്ല, ദൈവമാണ് നിൻ്റെ ശത്രു. പെന്തിക്കോസുകാരുടെ ശത്രു ദൈവമാണ്. വഴിതെറ്റുന്ന പെന്തിക്കോസുകാരെ പിശാചല്ല ഉപദ്രവിക്കുന്നത്, ദൈവം നിന്നെ ബ്ലോക്ക് ചെയ്യും. നീ എന്ന് മാനസാന്തരപ്പെടുന്നോ, താഴ്ന്നു വരുന്നോ, ദൈവം നിനക്ക് വേണ്ടി സഹായിക്കും. അതാണ് അതിൻ്റെ പ്രമാണം. അങ്ങനെ രണ്ടാമതും പണിതു, ഉടച്ചു. മലാഖ് എന്താ പറയുന്നത്? അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയും. വായിച്ച് മലാഖ് 1:4. അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയും. അപ്പം നിമ്രോദ് പണിതു, ഇടിച്ചു. ഇപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഇടിച്ചു. ഇന്നറിയാലോ, സദാമിൻ്റെ കാലത്ത് 90-കളിലാന്ന് തോന്നില്ലയോ കുവൈറ്റ് യുദ്ധം നടന്ന നാടോ? 90 കാലമാണെന്ന് തോന്നുന്നു. സദാം ഹുസൈൻ പറഞ്ഞു, ഐ ആം ദി മോഡേൺ നെബൂഖദ്നേസർ, ഞാനാണ് മോഡേൺ നെബൂഖദ്നേസർ. സദാം വിചാരിച്ചത് അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി മിഡിൽ ഈസ്റ്റിൻ്റെ ചക്രവർത്തിയായിട്ട് വാഴാം എന്നും പറഞ്ഞുകൊണ്ട് ഈ വീട് പോയ ബാബിലോണിനെ പണിയാൻ വേണ്ടി ലക്ഷക്കണക്കിന് മാർബിൾ കല്ലുകൾ ഈ പറഞ്ഞ സീനാർ ദേശത്ത് ഇറക്കി വെച്ച് ഇപ്പോഴും കൊണ്ട് കാട് കയറി കിടക്കുക. ഈ സീനാർ ദേശത്തിൽ സദാമിൻ്റെ കാലത്തിൽ ലക്ഷക്കണക്കിന് മാർബിൾ കല്ലുകൾ സ്പെയിനിൽ നിന്ന് എവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് പണിയാൻ വേണ്ടി പുള്ളി ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് പുള്ളി പരിസര സ്ഥലങ്ങളും എല്ലാം പിടിക്കാൻ കുവൈറ്റിനെയും ഒക്കെ ആക്രമിക്കാൻ തുടങ്ങിയത്. പക്ഷേ പണിയാൻ തുടങ്ങിയത് ദൈവത്തിൻ്റെ സമയമായില്ല. അതൊരു വാക്യമുണ്ടല്ലോ 13, യെശയ്യാ 13:19 വായിച്ചേ. ഞാൻ ഈ ബാബിലോണിനെ എങ്ങനെയാക്കി കളയും, അതിനെ മീൻമലക്കാർ പോലും ഇഷ്ടപ്പെടാൻ കഴിയാത്തൊരു സ്ഥലമാക്കി മാറ്റും. 19-ാം വാക്യം. യെശയ്യാ പ്രവചനം 13:19. രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാ അലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗോമോരയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. പിന്നെ അതിൽ ഒരു നാളും കുടിപ്പാർപ്പ് ഉണ്ടാകുകയില്ല. പിന്നീട് അവിടെ കുടിപ്പാർപ്പ് ഉണ്ടാകില്ല. അന്നത്തെ ആ സീനാർ ദേശത്തിൽ നിമ്രോദ് പണിത സ്ഥാനത്തിൽ, നെബൂഖദ്നേസർ രാജാവ് പണിത സ്ഥാനത്തിൽ അന്ന് ഉടച്ചു കളഞ്ഞതാണ് കോരശിന്റെ കാലത്തിൽ. ഇന്നുവരെ പിന്നെ ആൾപ്പാർപ്പില്ല അവിടെ. വായിക്കാം. തലമുറയോളം അതിനാരും വസിക്കുകയില്ല. മായാലോകത്തോ സ്വപ്നലോകത്തോ നടക്കുന്ന സംഭവമല്ല. ഇറാഖിൻ്റെ ഏതോ ഒരു പടിഞ്ഞാറ് കിഴക്കൊരു ഭാഗത്ത് ഈ സ്ഥലം ഇപ്പോഴും കാട് കയറി കിടപ്പുണ്ട്. അവിടെ സദാം ഇറക്കിയ മാർബിൾ കല്ലുകളും കാട് കയറി കിടപ്പുണ്ട്. ഇനി അത് വരും, ദൈവം ഒരു സമയം കൊടുക്കും. അത് പറയാം. വായിക്കാം. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല, ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല, മരുമൃഗങ്ങൾ അവിടെ കിടക്കും, അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും, ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും, ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. കാരണം അവനും അവകാശപ്പെട്ടതാണല്ലോ. പിശാചുക്കൾ അവിടെ രാത്രികാലം നൃത്തം ചെയ്യുന്നതാണ്. ഇന്നും അങ്ങനെയല്ലേ, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ മദ്യപാനികളും ഒക്കെ വന്ന് നൃത്തം ചെയ്യുകയും കുടിയൊക്കെ ചെയ്യുന്നില്ലേ? അതുപോലെ പിശാചുക്കളോട് ഇതാണ് വീണുപോയ ബാബിലോൺ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ട്രംപിൻ്റെ നേതൃത്വത്തിൽ മിഡിൽ ഈസ്റ്റിനെല്ലാം ഇങ്ങനെ ഏകോപിച്ചുകൊണ്ട് ഈ വീണുപോയ ഈ ബാബിലോൺ ദേശം വീണ്ടും പണിയാൻ പോവുകയാണ്. അതാണ് ലോക വ്യാപാര കേന്ദ്രമാക്കി ഇറാഖിനെ മാറ്റാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ യുദ്ധമാണ് നടക്കുന്നത്. ഇത് ഇവർ തമ്മിൽ ടോം ആൻഡ് ജെറി കളിക്കുന്ന പോലെ ഇറാൻ്റെ ഭരണത്തിൽ പോലും അമേരിക്കയുടെ നിയന്ത്രണമാണ് നടക്കുന്നത്. അതാ, അല്ലാതെ ഈ പറഞ്ഞ പോലെ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്നേ അവസാനിപ്പിക്കാം. പക്ഷെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം മിഡിൽ ഈസ്റ്റിലെ സൗദി, മറ്റ് രാജ്യങ്ങൾ, കുവൈറ്റ്, UAE രാജ്യങ്ങളുടെ സാമ്പത്തികത്തിനെ തകർക്കണം. അതിന് സാത്താൻ വീണ്ടും ലൂസിഫർ ഈ പറഞ്ഞ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ഒരു ഏകീകരണം കൊണ്ടുവരും, ഏകലോക ഗവൺമെൻറ്. ആ ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്ന ആ വ്യാപാര കേന്ദ്രം, അന്താരാഷ്ട്ര വ്യാപാര, ഇപ്പോൾ ലൂലു മാൾ പോലെ ഇവിടെ തന്നെ ആ ലിങ്കൻ ബിൽഡിങ്ങിലെ ഒരു സ്മാർട്ട് ബസാർ വന്നല്ലോ. അങ്ങനെ ചെറുകിട വ്യവസായങ്ങളെല്ലാം അവസാനിക്കും. വൻ തൂക്കുകളുടെ വലിയ വ്യാപാര കേന്ദ്രമാക്കിയിട്ട് കൊടുക്കൽ വാങ്ങലുകൾ 666 നമ്പറിൽ കൊണ്ടുവരാൻ പോകുന്ന കാലമാണ്. ഈ സ്മാർട്ട് കാർഡും ചിപ്സും ഒക്കെ കൊടുത്ത് മനുഷ്യൻ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ ടോപ്പ് ഹെഡ് ഓഫീസ് വ്യാപാര കേന്ദ്രമായിട്ട് വീണ്ടും ബാബിലോൺ പണിയും. ആ ബാബിലോണിനെ കുറിച്ചാണ് 18-ാം അധ്യായത്തിൽ പറയുന്ന ബാബിലോൺ. ആ 18-ാം അധ്യായത്തിൽ വ്യാപാര കേന്ദ്രത്തിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അവിടെ മനുഷ്യനെ കിട്ടും, മനുഷ്യ പ്രാണനെ കിട്ടും, മനുഷ്യ ദേഹത്തെ കിട്ടും, അതുപോലെ തന്നെ ചന്ദനം, ലവംഗം. 18-ൻ്റെ എത്രയാ വാക്യം? വെളിപ്പാട് ദിവസം 18-ാം അധ്യായത്തിൽ. അങ്ങനെ ലോക വ്യാപാര കേന്ദ്രമായി വീണ്ടും
ഇതിനെ പണിയപ്പെടും. അത് എതിർക്രിസ്തുവിൻ്റെ കാലത്താണ്. അതാണ് ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഈ ബാബേൽ, ഈ പറഞ്ഞ പട്ടണം 1 മണിക്കൂർ കൊണ്ട് അത് തകർന്നു പോകും, തീക്കിരയായി പോകുന്നു. ഈ 18-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ കാലത്തിൽ 18-13 വായിച്ച്. വെളിപ്പാട് ദിവസം 18-13. അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ പുസ്തകത്തിലാകട്ടോ. വെളിപ്പാട് പുസ്തകം പറയുന്നത് മേലാൽ സംഭവിക്കില്ല. അതായത് AD 95 വെളിപ്പെട്ട കാര്യം AD 95 ശേഷം പണിയപ്പെടുന്ന ബാബിലോൺ നഗരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഈ കാലത്തുണ്ടാകും. എനിക്കൊന്ന് 2027 അതിൻ്റെ തറക്കല്ലിടുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. 2027 ഈ ബാബേൽ അല്ലെങ്കിൽ എതിർക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഞങ്ങൾ തറക്കല്ലിടുന്നതാണ്. അപ്പോൾ ഈ പണി ആരംഭിക്കും. വായിക്കാം. മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. അതിൻ്റെ സമയം കഴിയുമ്പോൾ 1 മണിക്കൂർ കൊണ്ടാണത് നശിച്ചു പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളതേ ഉള്ളൂ. നമുക്കൊരു ഇന്നത്തെ ബോംബിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് ആവശ്യമില്ല. 1 മണിക്കൂർ കൊണ്ട് ആ നഗരം മുഴുവൻ ഇല്ലാതാക്കി തീർക്കും. വായിക്കാം. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം. അപ്പോൾ സ്വർണ്ണം ഉടനൊന്നും പോകത്തില്ലല്ലേ? ഈ പറഞ്ഞ പോലെ എതിർക്രിസ്തുവിൻ്റെ കാലത്ത് സ്വർണ്ണം കാണും. എതിർക്രിസ്തുവിൻ്റെ കാലത്ത് സ്വർണ്ണം ഉണ്ടെന്നുള്ള അതിൻ്റെ അർത്ഥം. സ്വർണം പിന്നെ ഭൂമിയിലെ വ്യാപാരികൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കച്ചവടം ഇന്നും അതല്ലേ, സ്വർണ്ണമല്ലേ? അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണം, വെള്ളി, പിന്നെ രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം. മനുഷ്യൻ്റെ ആ ജഡിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമാണ്. നേരിയ തുണി, തങ്ങളുടെ ശരീരഭാവം വെളി കാണണം. അങ്ങനെയുള്ള ജഡികമായ ഒരു ലോകത്തിൻ്റെ പ്രതികരണമാണ് ഈ വരാൻ പോകുന്ന ലോകം. സ്വർണവും വെള്ളിയും മുത്തുമൊക്കെ നടച്ചിങ്ങനെ വേഷം കാണിച്ചു നടക്കുന്ന ഒരു കാലം. വായിക്കാം. ധൂമ്രവസ്ത്രം, പട്ട്, കടും ചുവപ്പ്, ഇതെല്ലാം എന്ത് ചെയ്യേ തങ്ങളെ തന്നെ അലങ്കരിച്ചു കൊണ്ടുപോകുന്ന കാലമാണ്. മനുഷ്യനെ വെളിപ്പെടുത്തുന്ന ന്യായവിധിക്ക് മുമ്പുള്ള, തീരാൻ പോകുന്നതിന് മുമ്പുള്ള ജ്വാല. വായിക്കാം. ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, പെർഫ്യൂംസ് ആണ് ഇതൊക്കെ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ശാപ്പാടിനുള്ള കാര്യങ്ങൾ. വായിക്കാം. ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം എല്ലാം കിട്ടും. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടെന്ന് അർത്ഥം. വേറൊരു കടയും, ലിങ്കൻ്റെ കടയെല്ലാം പൂട്ടിപ്പോകും. എബിയുടെ വെജിറ്റബിൾ കട, ലിങ്കൻ്റെ കടയെല്ലാം അത് വേണ്ടി ഇവരാരും കാണത്തില്ലല്ലോ. അവിടെ ഒരു സാരം എല്ലാത്തിനും എല്ലാ കടയും പൂട്ടും. എന്നിട്ട് ഇതെല്ലാം അവിടെ ഒറ്റ കോമൺ. അവിടെ ചെല്ലുമ്പോൾ 666 നമ്പർ ഇല്ലാത്തവന് കിട്ടിയില്ല വാങ്ങാൻ. അത് 13-ാം അധ്യായം വെളിപ്പാട് ദിവസം 13 പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മഹാനഗരം വീണ്ടും പണിയും ഈ സിനാർ ദേശത്തിൽ. ആ പണിയുന്നതിന് വേണ്ടി ഒരു വലിയ ദുഷ്ട വ്യാപാര ശക്തി സാത്താൻ വീണ്ടും അയച്ചു കൊടുക്കും. ഇതാണ് സക്കറിയ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വീണ്ടും ഈ ശക്തി എഴുന്നേറ്റ് വരും. ഈ 2027 വരുമെന്ന് അവർ പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. വായിച്ചേ. 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒരു ഏഫയിൽ ഒരു ദുഷ്ട സ്ത്രീയെ അതിനകത്തിട്ട് അടയ്ക്കും. എന്നിട്ട് 2 സ്ത്രീകളുടെ ചിറകിൻ്റെ കാറ്റ് അതിനെ പൊക്കിക്കൊണ്ട് പോയി സീനാർ ദേശത്തുകൊണ്ട് വെക്കുന്നതാണ്. വായിച്ചേ. സക്കറിയ 5:9 വായിക്കാം. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരിഞ്ഞാറുകളുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു. അവിടെ എഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞു. ഇത് കാണുന്നില്ലേ? ഇന്നത്തെ പുതിയ തലമുറയിലെ എല്ലാ തലമുറയിലും അത് വ്യാപിച്ചിട്ടുണ്ട്. ജെൻസി, DJ പാർട്ടി എന്തൊക്കെ ആഭാസങ്ങളാണ് കാണിക്കുന്നത്. ചോദിക്കാൻ പറയാനും ആരുമില്ല. കല്യാണം വേണ്ട, ഒന്നിച്ച് ജീവിച്ച് എന്ത് തോന്നിയാസം കാണിക്കാം. ആ ചോദ്യം ചെയ്യാൻ പോകുന്നതിനെ പിടിച്ചകത്തിടും. തെറ്റാന്ന് പറയുന്നതിനെ പിടിച്ചകത്തിടും. അപ്പോൾ അങ്ങനെയുള്ള ദുഷ്ടത ഒരു സ്ത്രീ, ആ സ്പിരിറ്റാണ്. അതിന് ഏഫയിലേക്ക് ഈ പറഞ്ഞ പാത്രത്തിൽ അടച്ചിട്ട് വായിക്കാം. ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ എഫയുടെ അകത്താക്കി ഈ പലക കൊണ്ട് അടച്ചു. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. ഈ സ്ത്രീ എന്ന് പറയുന്ന സ്പിരിറ്റ് ആണ് കേട്ടോ. ഈ സ്ത്രീകൾ എന്ന് പറയുന്ന സ്പിരിറ്റിന്. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം 144,000 വിശുദ്ധന്മാരെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളോടുകൂടി മാലിന്യപ്പെടാത്തവർ. അത് സ്ത്രീകളോടുകൂടി വ്യഭിചാരം ചെയ്യുന്ന മാത്രമല്ല, പല സ്ത്രീകളുണ്ട്. പിസബേൽ ഒരു സ്ത്രീ യേശുവിനെ തൻ്റെ വരുതിയിലാക്കി തീർക്കാൻ പിശാച് മറിയത്തിൽ കൂടെ തന്നെ കയറി
മോനെ വീഞ്ഞാകം പറഞ്ഞു. യേശു പറഞ്ഞു, സ്ത്രീ എനിക്ക് നിനക്ക് തമ്മിലെന്ത്? ശലോമോനെ ഇത് എന്തു പറയുന്നു, ശലോമോനെ താടിയാക്കാൻ വേണ്ടി അദോനിയാവ് അമ്മയെക്കൂടെ, ശലോമോൻ്റെ അമ്മയെക്കൂടെ ഉപദേശം കൊടുത്തു. അവളറിഞ്ഞില്ല. അപ്പോൾ ഇവരറിയാതെ തന്നെ ഈ സ്പിരിറ്റ്, അതുകൊണ്ട് സ്ത്രീകളെന്ന് പറയുന്നത് പല സ്പിരിറ്റുകളാണ്. ജഡത്തിൻ്റെ, ദ്രവ്യാഗ്രഹത്തിൻ്റെ, സ്വയത്തിൻ്റെ, ഇങ്ങനെ പല സ്പിരിറ്റുകളെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകളോടുകൂടി മാലിന്യപ്പെടാത്ത പുതിയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നതാണ് അവർ സ്ത്രീകളോടുകൂടി മാലിന്യപ്പെടും. വെളിപ്പാട് 14 എത്ര വാക്യം? 5 4 അവർ കന്യകമാരാകിയാൽ. കന്യക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കന്യക എന്ന് പറഞ്ഞാൽ കന്യകയുടെ മനസ്സുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ആണായാലും പെണ്ണായാലും കന്യകയുടെ മനസ്സ്. പാസ്റ്റർ SB അണസ്റ്റ് മദ്രാസിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ നിൽക്കുക, പാസ്റ്റർ KG ജോർജിനോട് പറയുമായിരുന്നു, ബ്രദർ ജോർജ്, എൻ്റെ മനത് കന്യകയുടെ മനസ്സാന്ന് പറയും. കറക്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ക്രിസ്തു അല്ലാതെ മറ്റൊന്നിലേക്ക് താൻ പിന്നെ കൊണ്ടുവന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരണം. കൊരിന്ത്യർ 2-16 വാക്യം വായിക്കുമ്പോൾ, ഞങ്ങളോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. വായിച്ചേ, ഞങ്ങളോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. വായിച്ചേ, 2 കൊരിന്ത്യർ 2:16. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 11:1 വായിക്കും, ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകരുത്. ഫിലിപ്പിയർ 4:2 വായിക്കുമ്പോൾ, ക്രിസ്തുവിൽ ഏകജന്തിയോടിരിപ്പാൻ യുവതിയോടും. ഇപ്പം മനസ്സിൻ്റെ ഏകാഗ്രതയാണ് ഇവിടെ പറയുന്ന കന്യാത്വം എന്ന് പറയുന്നത്. എന്നാൽ സർപ്പ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്. അപ്പം ഈ പറഞ്ഞ കന്യകയുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ആണോ പെണ്ണോ, വിശ്വാസി ആണായാലും പെണ്ണായാലും, കന്യക എന്ന് പറഞ്ഞാൽ നിർമ്മലമായൊരു മനസ്സിൻ്റെ ഉടമയെന്നാണ്. അവിടെ യേശു ക്രിസ്തു എന്ന പുരുഷനല്ലാതെ മറ്റൊന്നിന് ഇടം കൊടുക്കുന്നില്ല. അതാണ് കന്യകയുടെ ആത്മാവ്. അതുകൊണ്ടാണ് 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവർ സ്ത്രീകളോടുകൂടി വായിച്ചേ, അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടി മാലിന്യപ്പെടാത്തവർ. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. വെളിപ്പാട് 14:4 വാക്യം. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 2:16 വായിച്ചോ? 16 ഞങ്ങളോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. വായിച്ച് 2:16. ആരെങ്കിലും ഒരാൾ വായിച്ചോ? എടുക്കുന്നവർ പെട്ടെന്ന് വായിച്ചോളാം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവരെ ഗ്രഹിപ്പിക്കുന്നവർ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ഈ മനസ്സാണ് വിഷയം. മനസ്സിൽ നിങ്ങൾ പുറമേ ഭക്തി കാണിച്ചുകൊണ്ടോ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടോ വലിയ പ്രൈസലോട് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നിൻ്റെ മനസ്സ് യേശു ക്രിസ്തുവിനാണ് 1-ാം സ്ഥാനം. അവിടെ യേശു ക്രിസ്തു വാഴുന്നുണ്ടോ എങ്കിൽ രക്ഷപ്പെട്ടു. വേഷം കാണിച്ചുകൊണ്ട്, കുറേ ആത്മാവ് നിറഞ്ഞ് കാണിച്ചുകൊണ്ടോ പിന്നെ ഭക്തി കാണിച്ചുകൊണ്ടൊന്നും ദൈവത്തിന് വിഷയമല്ല. നിൻ്റെ മനസ്സ് യേശു ക്രിസ്തുവിലേക്കാണോ? അതാണ് ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുമ്പോൾ, ഞങ്ങളോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളതെന്ന് പറയുമ്പോൾ 2 സുവിശേഷപരക്കാരോട് പൗലോസ് പറയുന്നു, യുവതിയാട് സുന്ദരിയോട് നിങ്ങൾ വായിച്ചേ 4:2 ഫിലിപ്പിയർ 4 കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ. ചിന്ത. അപ്പോൾ ചിന്തകളെ നമ്മൾ ഈ കാലത്ത് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. വയ്യാവരോടൊന്നും വലിച്ചു കയറ്റരുത്. കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലും മനസ്സ് ക്രിസ്തുവിൽ ഏകാഗ്രതയുള്ളവരായിത്തീരണം. അപ്പോൾ ഇതാണ് സ്ത്രീ എന്ന് പറയുന്നത്. കന്യക എന്ന് പറയുന്നത് സ്ത്രീ. ഇവിടെ സ്ത്രീകളെന്ന് പറയുന്നത് മാലിന്യപ്പെട്ട പല സ്പിരിറ്റുകളാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നിങ്ങൾ, ഇസബേൽ മരിച്ചിട്ട് എത്ര നാളായി? ഇസബേൽ മരിച്ചിട്ട് ഏകദേശം 3000 വർഷത്തോളം ആകുന്നു. പക്ഷേ ഇപ്പോഴും സഭയിൽ ഇസബേലുണ്ട്. ഇസബേലിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന സ്പിരിറ്റുകൾ. യോവാബിൻ്റെ ആത്മാവെന്ന് പറയും, പ്രതികാരത്തിൻ്റെ ആത്മാവ്. ബിലയാമിനെ നിങ്ങൾ അനുവദിക്കുന്നു, ദ്രവ്യാഗ്രഹം, പിന്നെ വിഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സ്പിരിറ്റുകളെയാണ് സ്ത്രീകളെന്ന് പറയുന്നത്. ആ സ്ത്രീകൾ ആ സ്പിരിറ്റുകളെ ജയിക്കണം. ഇവിടെ ഇതാ 2 സ്ത്രീ എന്ന് പറഞ്ഞാൽ 2 സ്പിരിറ്റുകൾ. വായിക്കാം. സക്കറിയ 5:2 സ്ത്രീകൾ എഫ് എ എടുക്കുന്നവരാരെങ്കിലും വായിച്ചു? അവൻ അവളെ എഫയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. ഞാൻ പിന്നെയും തലമുക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. കാണിക്കുന്നു, മറ്റുള്ള സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ്. ആ ചിറകിൽ കാറ്റെന്ന് പറയുന്നത് വിൻഡ്, സ്പിരിറ്റ്. അപ്പോൾ ഈ ആത്മാവിനെ ലോകത്തിലേക്ക് വ്യാപിക്കുവാൻ വേണ്ടി പറന്നു കൊണ്ടുപോയി ഒരു സ്ഥാനത്ത് വയ്ക്കുകയാണ്. വായിക്കാം. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു. പെരിഞ്ഞാറെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു ഭൂഖണ്ഡം വിട്ട് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പറക്കുന്ന പക്ഷിയാണ് ഈ പറഞ്ഞ പെരിഞ്ഞാറ്. കോവിഡ് വന്ന പോലെ
ഈ പറഞ്ഞ സ്പിരിറ്റ് മുഴു ലോകത്ത് എത്തിക്കുക. അബോമിനേഷൻ. അപ്പോൾ ദുഷ്ടത വ്യാപരിക്കുന്ന ലോകമാണ് ഇനി നമ്മുടെ മധ്യ വരാൻ പോകുന്നത്. അടുത്ത് അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏവയെ പൊക്കിക്കൊണ്ടുപോയി. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ ഏഫയെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിനും അവൻ ശിനാർ ദേശത്ത് നോക്കണം, വീണ്ടും ഇറാഖിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വീട് പോയ ബാബിലോൺ എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് പണിയപ്പെടണം, ആഗോള അടിസ്ഥാനത്തിൽ വ്യാപാര കേന്ദ്രമാക്കി മാറ്റപ്പെടണം. അവിടെ ശിനാർ ദേശത്ത് കൊണ്ടുപോയി വായിച്ചേ. അതിനും അവൻ ശിനാർ ദേശത്ത് അവർ അവൾക്ക് ഒരു വീട് പണിവാൻ പോകുന്നു. അത് തീർന്നാൽ അവളെ സംസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു. ആ വീടാണിപ്പോൾ ഈ അമേരിക്ക ഗൾഫ് യുദ്ധത്തിന് ശേഷം ഇറാഖിൽ പണിയാൻപ്പെടാൻ പോകുന്ന ആഗോള വ്യാപാര കേന്ദ്രം. ഇന്നൊക്കെ വ്യാപാരികൾ ശക്തിപ്പെടുന്ന കാലമാണ്. ഗവൺമെൻറ്റിനേക്കാൾ ഇന്ന് വ്യാപാര കേന്ദ്രം, വ്യാപാരികളുടെ പ്രസ്ഥാനമാണ് ലോകത്തിലെല്ലായിടത്തും വെളിപ്പെട്ടിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ്, ഇന്ത്യയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകൾ, പിണറായി സർക്കാരിനെ നിയന്ത്രിച്ച കോർപ്പറേറ്റ് വ്യാപാരികൾ, സതീശനെ ചാർട്ടേഡ് പ്ലെയിനിൽ കൊണ്ടുപോയി മംഗലാപുരത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ സംസാരിച്ച കോർപ്പറേറ്റ് സ്പിരിറ്റുകൾ. ഇപ്പോൾ വ്യാപാര ശക്തി, വ്യാപാര കേന്ദ്രങ്ങളാണ് ഇനി വെളിപ്പെടാൻ പോകുന്നത്. അതിനാർക്കും നിയന്ത്രിക്കാൻ ഒക്കത്തില്ല. ഏത് ഗവൺമെൻറ് വന്നാലും അതിന് അനുകൂലമായിട്ട് പോകാനൊക്കത്തുള്ളൂ. മോദി അതിന് അനുകൂലമായി, പിണറായി അതിൽ വീണുപോയി, പിന്നെ സതീശൻ അതിനോട് ഏകീകരിച്ചു. ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഒരു വ്യാപാര കേന്ദ്രങ്ങൾ വരാൻ പോവുകയാണ്. അത് ഇറാഖിൽ സ്ഥാപിച്ച് ആഗോള അടിസ്ഥാനത്തിൽ എല്ലാം ഈ പറഞ്ഞ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. പക്ഷേ അത് നിലനിൽക്കില്ല. 7 വർഷം കഴിയുമ്പോൾ അതിന് ന്യായവിധി വരും. അങ്ങനെ വീണ്ടും കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്. അത് ചുരുക്കമായി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഇതിനെല്ലാം മേൽക്കൊള്ളുന്നൊരു രാജ്യമാണ്. നോക്കണം, ഇളകാത്ത രാജ്യം. എബ്രായത്തിൽ വായിക്കുമ്പോൾ അവർ ഇളകാത്ത രാജ്യം സ്ഥാപിക്കുന്നത് കൊണ്ട്, അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ദൈവം കുലുക്കി മറിച്ച് കളയും, കീഴ്മേൽ മറിക്കും. രാജ്യങ്ങൾ ഹഗായി 2:22 വായിക്കുമ്പോൾ രാജ്യങ്ങളുടെ സിംഹാസനങ്ങൾ ഞാൻ മറിച്ചിടും. ഇനി വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിൻ്റെ രാജ്യത്തെയും കർത്താവ് മറിച്ചിട്ടതിന് ശേഷം യേശു ക്രിസ്തു തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. ആ രാജ്യത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, യോഹന്നാൻ പ്രസംഗിച്ച ദൈവരാജ്യം. യോഹന്നാൻ പ്രസംഗിച്ചല്ലോ, എന്താ പറഞ്ഞു? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതാ യേശു ക്രിസ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു വന്ന് മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൽ 14 പറയുന്നുള്ളൂ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ച് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അന്ന് വായിച്ച് മർക്കോസ് 1:14-15. Now therefore that John was put into prison, Jesus came into Gilgal preaching the gospel of John was put into prison. അല്ല, ജോൺ ആരാ? ന്യായപ്രമാണം. കർത്താവായ യേശു ക്രിസ്തു, യോഹന്നാൻ ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തിൽ വന്നു. ഇനി യോഹന്നാൻ്റെ ആവശ്യമില്ല. വഴിവെട്ടി കൊടുത്തപ്പോൾ യോഹന്നാൻ്റെ ശുശ്രൂഷ തീർന്നു. അവിടെ അവനെ പിടിച്ച് ജയിലിലിട്ടു. അവൻ്റെ കഥ കഴിഞ്ഞു, തീർന്നു, ടൈം തീർന്നു. ആര് വെളിപ്പെടണം? ഇതാ വരുന്നു ലോകത്തിൻ്റെ കുഞ്ഞാട്. ഇനി കുഞ്ഞാടിൻ്റെ രാജ്യമാണ്. അതാണ് ദൈവരാജ്യം. വായിക്കാം. The preaching the gospel of the kingdom of God. Preaching the gospel of the kingdom of God. And saying the time is fulfilled. The time is fulfilled. And the kingdom of God is at hand. സമീപിച്ചിരിക്കുന്നു. വായിക്കാം. നെക്സ്റ്റ്. Repent ye and believe the gospel. Repent and believe the gospel. And now has he walked by the sea of Gilgal. മതി. ഗലീല പ്രദേശത്ത് അതിനുശേഷം മർക്കോസ് 16:16 വായിക്കുമ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും. അതാണ് ദൈവരാജ്യത്തിന്റെ സ്റ്റാർട്ടിങ്. മർക്കോസ് 16:16. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ വിശ്വാസം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിന്റെ വിശ്വാസം മനുഷ്യൻ പിശാചിലേക്ക് കൊടുത്തു. ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം സാത്താൻ പറഞ്ഞ് പഴം പറിച്ചിരുന്നു. അതുകൊണ്ട് വിശ്വാസം അനുസരണത്തിലേക്ക് വീണ്ടും വരണം. ആ ഹരിയേഴ്സ് എഴുതിയെടുക്കണം. വിശ്വസിക്കുക, ദൈവത്തിലേക്ക് വീണ്ടും വിശ്വസിക്കണം. അത് ആ സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. അപ്പോൾ ദൈവം ക്രിസ്തുവായി വെളിപ്പെട്ടു. മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. ജീസസ് ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ് എന്നാണ്. ജഡത്തിൽ വെളിപ്പെട്ടു. അത് അവതരിച്ചെന്നല്ല, ഇൻകാർണേഷൻ അല്ല, പിന്നെ മാനിഫെസ്റ്റ്. ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ അവതാരം എന്നാണ്. ഇത് വെളിപ്പെടുകയാണ്. ദൈവം അവിടുന്ന് വന്ന് ഇവിടെ വന്ന് വെളിപ്പെട്ടു. ഇത്രയേ ഉള്ളൂ. ദൈവം വെളിപ്പെട്ടു. ഇപ്പം ഞാൻ
പാസ്റ്ററുടെ ഈ ജുബായ കിട്ടിയതിന് ശേഷം പണിസ്ഥലത്തേക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പണിസ്ഥലത്തേക്ക് വരുമ്പോൾ ഞാൻ കോളർ ഷർട്ട് ഇട്ട് കയ്യിൽ എടുത്തിട്ട് താഴോട്ട് വരും എന്ന് പറഞ്ഞ പോലെ കർത്താവായ യേശു ആ മഹത്വം വിട്ടിട്ട് എന്ത് ചെയ്തു? സാധാരണക്കാരുടെ ഇടയിലേക്ക് വെളിപ്പെട്ട് ദൈവം, യാഹ്വേ എന്ന് പറഞ്ഞ ദൈവം യേശുവായിട്ട് വെളിപ്പെട്ടു. അല്ലാതെ ദൈവത്തിന് പകരമായിട്ട് വന്നതല്ല, ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു. അതാണ് യേശു ക്രിസ്തു, അവതാരമല്ല. അപ്പോൾ ആ ദൈവരാജ്യം യേശു ക്രിസ്തു മൂലം. അപ്പോൾ ആരെ വിശ്വസിക്കണം? ദൈവം മനുഷ്യനായി വെളിപ്പെട്ടെങ്കിൽ ആ ദൈവത്തെ വീണ്ടും വിശ്വസിക്കണം, ക്രിസ്തുവിനെ വിശ്വസിക്കുക. അതുകൊണ്ടാണ് മറ്റൊരുത്തരിലും രക്ഷയില്ലെന്ന് പറയുന്നത്. ഈ രക്ഷ കേട്ടോ, നിങ്ങൾക്കുള്ള പല രക്ഷ പലരിൽ കിട്ടും. പക്ഷേ ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന രക്ഷ യേശു ക്രിസ്തു കൂടി മാത്രം എന്ന് പറയാൻ കാരണം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അല്ലെങ്കിൽ വേറെ ഒരാളെ കാണിച്ചതാ, ഏതെങ്കിലും മതത്തിൽ അങ്ങനെ ഒരാളെ കാണിച്ചാൽ നമുക്ക് വിശ്വസിക്കാം. അവതാരങ്ങളുണ്ട്, കാലാകാലങ്ങളിൽ വിഗ്രഹിക്കുന്നുണ്ട്, ദുഷ്ടന്മാരെ വിഗ്രഹിക്കും. പക്ഷെ പാപികൾക്ക് രക്ഷ കൊടുത്തത്, പാപികൾക്ക് ദൈവരാജ്യം വാഗ്ദത്തം ചെയ്തത്, ഒരു കള്ളൻ നൊട്ടേറിയൽ ക്രിമിനലിനെ തന്നോട് ക്രൂശിക്കപ്പെട്ടപ്പോൾ അവനെ കൊണ്ട് പറുദീസയിലാക്കിയ ഈ സുവിശേഷം പറയാൻ ലോകത്തിൽ ഒരാളും വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഗാന്ധിജി യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അവൻ രക്ഷകനാണെന്ന് തന്നെ പറഞ്ഞു. ആ ഗിരിപ്രഭാഷണമാണ് മനുഷ്യർ അവർ തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം. KP കേശവമേനോൻ യേശുദേവൻ പറഞ്ഞൊരു വലിയ ബുക്ക് എഴുതിയിട്ടുണ്ട്. താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ദൈവവും രക്ഷകനും അവതാരവും എല്ലാം ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകുമാരൻ നമ്പി അടുത്ത കാലത്ത് പറഞ്ഞു, ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഗുരു ക്രിസ്തുവാണ്. അതെല്ലാം ഉപരി 1978 എൻ്റെ മുറിയിൽ വെച്ച് ഞാൻ ഈ രക്ഷകനെ കണ്ടെത്തി, ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനിടയായി. അതാണ് ദൈവരാജ്യത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം. മർക്കോസ് 9:1 വായിക്കുമ്പോൾ യേശു പറഞ്ഞു, ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്തവർ ഈ തലമുറ ഈ നിൽക്കുന്നവരുണ്ടെന്നാണ് വായിച്ചത്. പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോട് വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് ആ രാജ്യമാണ് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചത്. പെന്തക്കോസ്ത് നാളിൽ വന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ ആ രാജ്യം സ്ഥാപിക്കപ്പെട്ടു. അതാണ് ദൈവരാജ്യം. അതുകൊണ്ടാണ് റോമർ 14:15 വായിക്കുമ്പോൾ 15 എന്താ വായിക്കുന്നത്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും. വായിച്ചേ 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. റോമർ 5:5. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ പറയുന്ന സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. അപ്പോൾ യോഹന്നാൻ ദൈവരാജ്യം ഫസ്റ്റ് പാർട്ട് പ്രസംഗിച്ച്, പാർട്ട് 1. രണ്ടാമത് ക്രിസ്തു പ്രസംഗിച്ചതും നമ്മുടെ അനുഭവത്തിലാക്കി വെച്ചതാണ് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. അവൻ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് കൊലോസ്യർ 1 ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വെടിവെച്ച് സ്നേഹസ്വരൂപനായ 11 വായിക്കാം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. എന്താണ് ഇരുട്ട്? മനസ്സിനെ കുരുടാക്കുന്ന ശക്തി. ഏദൻ തോട്ടത്തിൽ അവൻ്റെ സുവിശേഷം മനുഷ്യനെ ഏറ്റുകൊണ്ടപ്പോൾ അവൻ്റെ കണ്ണ് കുരുടായി, ബ്ലിങ്കിങ് ആയി. ആ ബ്ലിങ്കിങ് ആയപ്പോൾ സത്യം മനസ്സിലാക്കാതെ ഇവൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയി. ഇന്നത്തെ പല ഗ്രൂപ്പുകൾ അങ്ങനെയുള്ളോ, പല ആളുകളും മനുഷ്യനെ ഇങ്ങനെ വഞ്ചിക്കുകയല്ലേ, മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ്, അതിശയോക്തികൾ പറഞ്ഞ് അവൻ്റെ കണ്ണ് കുരുടാക്കുക. കണ്ണെന്ന് പറഞ്ഞാൽ മനസ്സ് കുരുടാക്കിയിട്ട് അവനെ വീഴ്ത്തുക അതിനകത്ത്. അതെല്ലാം സാത്താൻ ചെയ്തത്. അങ്ങനെ പ്രോസ്പെരിറ്റി അവനുണ്ടാകുന്ന ഭൗമിക ഉയർച്ചകളെല്ലാം പറഞ്ഞപ്പോൾ അവൻ വീണുപോയി. അതാണ് 2 കൊരിന്ത്യർ 4:4 വായിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. കുട്ടനാട്ടുകാരായ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഒരിക്കൽ ജ്യേഷ്ഠൻ തെറ്റാലി ഈ അമ്പമില്ലും കൊണ്ട് മീൻ പിടിക്കും. ഞാൻ ചെറുപ്പമാണ്. എന്നോടൊരു 5 വാട്ടിൻ്റെ ടോർച്ച് കൊണ്ടുവരും, നീ ഇത് അടിച്ചോണം, മീൻ കണ്ടാൽ പിന്നെ ഞെക്കിക്കൊണ്ടേയിരിക്കണം, കെടുത്തിക്കളായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വലിയൊരു കരിമീൻ നിൽക്കുക, എന്നെ കാണിച്ച് പുള്ളി കാണിച്ചു തന്നിട്ട് ഇതുപോലെ പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈയോടെ ചേട്ടാ എന്തോ മണ്ടനാ, ലൈറ്റ് കാണുമ്പോൾ മീൻ പോകത്തില്ലെന്ന് ചോദിച്ചു. പെട്ടെന്ന് കണ്ടാൽ ഓടിപ്പോകത്തില്ല. ഞാൻ പറഞ്ഞു ഇല്ല, അവൻ്റെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ കണ്ണ് തുറക്കും, ഈ വെളിച്ചം അവനെ ബ്ലിങ്കിങ് ആക്കും, അപ്പോൾ തെറ്റിയെടുക്കുക. ഒന്നും വേണ്ട, നമ്മൾ ഈ ഹൈറേഞ്ചിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് കാറെ പോകുന്ന ചില മുയലുകൾ
ചില ആടുകളൊക്കെ ചാടി നമ്മുടെ ലൈറ്റിലേക്ക് അംബാസഡർ സമയത്ത് കണ്ടുകൊണ്ട് അംബാസഡർ ലൈറ്റിലേക്ക് നോക്കും, അവിടെ നിൽക്കും, ഈസി ആയിട്ട് പോയി പിടിച്ചുകൊണ്ട് വരാം. ഇതുപോലെ ലോകത്തിൻ്റെ മോഹങ്ങൾ വെളിച്ചമായി മനുഷ്യന് കൊടുത്തു കഴിയുമ്പോൾ അവനൊരു പ്രകാശം കാണുന്നു, കൊള്ളാം, ഈ പ്രസ്ഥാനം കൊള്ളാം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന പുതിയ പരിചയപ്പെടുത്തലുകാർ കൊള്ളാം, വീണുപോവുകയാണ്. അതാണ് ഈ ലോകത്തിൻ്റെ ദൈവാവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അങ്ങനെയാണ് ഇരുട്ടായത്. അതുകൊണ്ട് കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്കയ്യോ. അപ്പോൾ ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വായിച്ചേ, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കിവെക്കുകയും. അതാണ് ഈ രാജ്യം, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. അത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണമോ നീതി സമാധാനം സന്തോഷമേ. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണമോ അല്ല നീതി സമാധാനം സന്തോഷമേ. രാത്രിയില്ലാത്ത ദേശമത് രാജ്യത്ത് നമ്മൾ ആക്കാൻ വേണ്ടിയാണ് റോമർ 5 വായിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൽ പകർന്നിരിക്കുന്നത്. ആ സ്നേഹം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അയ്യോ, ഞാൻ ഈ പാവം വേണ്ട, എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല. ഈ അടുത്ത സമയത്ത് ബാംഗ്ലൂരിൽ ഒരു പയ്യൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കൂട്ടുകാരനാണ് കൂടി, അവൻ പെന്തിക്കോസുകാരനാണ്. അവൻ പറഞ്ഞു, ഞാൻ പെന്തിക്കോസുകാരൻ, എനിക്ക് ബർത്ത്ഡേ ഒന്നുമില്ല. അത് പറഞ്ഞ് ഒക്കത്തില്ല, ആഘോഷിച്ച് ഒക്കത്തുള്ളൂ. എൻ്റെ അപ്പനെന്ന് ഇവിടെ കാശ് അയച്ചു വരാൻ പറഞ്ഞു. അവൻ എന്നിട്ട് പറഞ്ഞു, കുപ്പി വാങ്ങിക്കണം, ബിയർ വാങ്ങിക്കണം. അവന് കാശ് വാങ്ങിച്ചില്ല. എന്താണെന്ന് ചോദിച്ചു. എൻ്റെ അപ്പന് ഇതൊന്നും ഇഷ്ടമല്ല, ഞാൻ വേണം ഉപയോഗിച്ചാലും അത് അപ്പന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരുന്നത്. നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് ദൈവസ്നേഹത്തിൽ വരുമ്പോൾ എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലാത്ത എനിക്കൊന്നും വേണ്ട. നമ്മളങ്ങനെ പറയില്ലേ, സ്നേഹത്തിൽ നിന്ന് കർത്താവേ ഒന്നും വേണ്ടല്ലോ. വഴി തെറ്റിപ്പോകുന്ന ഭർത്താവ് തിരിച്ച് ഭാര്യ അടുത്ത് വരുമ്പോഴേ, അല്ലെങ്കിൽ തെറ്റിപ്പോകുന്ന ഭാര്യ വീണ്ടും തിരിച്ച് ഭർത്താവ്, ഇനി നിങ്ങളല്ലാതെ മറ്റാരും വേണ്ട. ആ സ്നേഹത്തിൻ്റെ, അതാണ് സ്നേഹസ്വരൂപനായ ഈ രാജ്യമാണ്. അതിൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ പാടിയതുപോലെ പുതിയ യെരൂശലേമിലേക്ക് പോകുന്നത്. ഇതാ മനുഷ്യരോടുകൂടെ വായിച്ച പല പ്രാവശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. വാക്യം മാത്രം വായിക്കും 21-ാം അധ്യായത്തിൽ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അപ്പോൾ ഈ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യം ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ കാഹളം തിരിക്കുമ്പോൾ ഈ പൂർണ്ണപ്പെടുന്ന വിശ്വാസികൾ രൂപാന്തരപ്പെട്ട് ചേരുന്ന അല്ലെങ്കിൽ ആയിത്തീരുന്ന സ്ഥലമാണ് പുതിയ യെരൂശലേം. അവിടെ എന്തില്ല? രാത്രിയില്ല, ജാതിയില്ല, ഭാഷയില്ല, വേർതിരിവില്ല, വ്യത്യാസമില്ല. അതാണ് ഈ രാത്രിയിലെന്ന് പറഞ്ഞിട്ട് കാരണം. എല്ലാം പകൽ പോലെ പ്രകാശം. അവിടെ വായിക്കും 21-3, വെളിപ്പാട് 21-3. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. അപ്പോ യോഹന്നാൻ പ്രസംഗിച്ച ദൈവരാജ്യം, യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം, അപ്പോസ്തലന്മാർ കാലത്ത് സ്ഥാപിച്ച സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. ഈ രാജ്യത്തിന്റെ അവസാനത്തിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ രാജ്യമായി നഗരമായി മാറ്റപ്പെടുകയാണ്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം. ഇത് നമ്മിൽ തന്നെയാണ് കേട്ടോ. നമ്മളാണ് ഈ പുതിയ യെരൂശലേം, നമ്മളാണ് ദൈവരാജ്യം നിങ്ങളുടെ മധ്യേ. ദൈവരാജ്യ ശക്തിയോടെ വരുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ എന്നൊക്കെ പറയുന്ന അനുഭവം, ഇത് നമ്മുടെ വളർച്ചയെ കാണിക്കുന്ന അനുഭവങ്ങളാണ്. അതാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു ഘട്ടം. ഈ മറ്റൊരു രാജ്യമുണ്ട്, അതേതാ? ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 44 വായിച്ചേ. വെളിപ്പാട് 11-5. ദാനിയേൽ 2:44 വായിച്ചേ. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്വനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത, ദാനിയേൽ കണ്ട
അല്ലെങ്കിൽ നെബൂഖദ്നേസർ കണ്ട ബിംബത്തിൽ പല സാമ്രാജ്യങ്ങൾ വന്നു. ലോകത്തിൽ 7 സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഈ പറഞ്ഞ നെബൂഖദ്നേസർ രാജാവിൻ്റെ നിമ്രോദിൻ്റെ ബാബേൽ സാമ്രാജ്യം തുടങ്ങി. അത് അസീറിയൻ രാജ്യമായിട്ട് മാറി. സിറിയ ദേശത്തിലെ ആ നിമ്രോദിൻ്റെ രാജ്യമാണ് പിന്നീട് സിറിയ സാമ്രാജ്യം, അസീറിയൻ സാമ്രാജ്യം. അതിന് മുമ്പൊന്നുണ്ടായിരുന്നു ഈജിപ്ഷ്യൻ സാമ്രാജ്യം. അവിടെയാണ് മോശ. ഈജിപ്ഷ്യൻ സാമ്രാജ്യം, അസീറിയൻ സാമ്രാജ്യം, ബാബിലോൺ സാമ്രാജ്യം BC 600 കാലയളവിൽ. BC 700 കാലയളവിൽ ആണ് അസീറിയൻ സാമ്രാജ്യം. BC 400 കാലയളവിൽ 400-500 കാലയളവിലാണ് മേദ്യ പേർഷ്യൻ സാമ്രാജ്യം. 300 കാലയളവിൽ അലക്സാണ്ടർ ദ ഗ്രീക്ക്, പിന്നീട് റോമൻ സാമ്രാജ്യം. ഇങ്ങനെ പല സാമ്രാജ്യങ്ങൾ 7 സാമ്രാജ്യങ്ങൾ കടന്നുപോയി, എല്ലാം വീണുപോയി. എന്നാൽ ഇളകാത്തൊരു രാജ്യം. അതാണ് നമ്മൾ എബ്രായ ലേഖനത്തിലും ഹഗായിലും വായിച്ചത്. ഓൾ ദി കിങ്ഡം ഷാൽ ബി ഷേക്കൻ എക്സെപ്റ്റ് ദി കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇളകാത്തൊരു രാജ്യം ഈ ഭൂമിയിൽ സ്വർഗത്തിലുള്ളത് ദൈവരാജ്യമാണ്. സാമ്രാജ്യം സ്ഥാപിക്കാൻ ഫ്രാൻസിൽ നെപ്പോളിയൻ യുദ്ധം ചെയ്ത് രാജ്യങ്ങളെ പിടിച്ച അവസാനം ഫെയിലറായി സെൻറ്റ് ഹെലീന ദ്വീപിൽ കൊണ്ട് അടയ്ക്കുന്ന സമയത്ത് കുറേ പത്രക്കാർ തന്നെ കാണാൻ ചെന്നു. അപ്പോൾ പറഞ്ഞു, ഒരു പ്രജ പോലും ഇല്ലാത്ത രാജാവാണ് ഈ കിടക്കുന്നത്. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് അവനെന്ത് ചെയ്തു? ആയുധമേ എന്താതെ തൻ്റെ വചനങ്ങൾ കൊണ്ട് തൻ്റെ രാജ്യം വിസ്തൃതമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ആ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു. നെപ്പോളിയൻ പറഞ്ഞതാണ്, താൻ ഒരു പ്രജ പോലും ഇല്ലാത്ത രാജാവായി ഇതാ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ സന്ദർശകരോട് പറഞ്ഞു, അവൻ ആര്? യേശു ക്രിസ്തു ഒരായുധം പോലും എടുക്കാതെ തൻ്റെ സാമ്രാജ്യം ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ വീണ്ടും വരും ഈ ഭൂമിയിൽ സാമ്രാജ്യം സ്ഥാപിക്കാൻ. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ദാനിയേൽ 2:44 വായിച്ച്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗ്ഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. നെബൂഖദ്നേസറിന്റെ അവസാനത്തിൽ, ഈ സാമ്രാജ്യത്തിന്റെ അവസാനത്തിൽ വരുമ്പോൾ 10 വിരലുകളാണ്. റോമൻ സാമ്രാജ്യം 2 അരയ്ക്ക് ശേഷം 2 കാലുകളായി പിരിഞ്ഞ പോലെ വെസ്റ്റും ഈസ്റ്റും റോമൻ രാജ്യമായി പിരിഞ്ഞു. അതിൻ്റെ അവസാനത്തിലാണ് ജനാധിപത്യം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ അവസാനത്തിൽ എതിർ ക്രിസ്തു വരികയും ആ രാജ്യം അതോടൊന്ന് അസ്തമിക്കുകയും ചെയ്യും. ആ കാലത്താണ് ഒരു കാലത്ത് വീണ്ടുമായിരുന്നു. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗ്ഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം ആർക്കുള്ളതാ? ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഈ രാജാക്കന്മാരെല്ലാം നീക്കി എന്നേക്കും നിലനിൽക്കുന്ന രാജ്യം. അപ്പോൾ വീണ്ടും ഭൂമിയിൽ 1000 വർഷം ഈ ഭരണം വരാൻ പോവുകയാണ്. അതാണ് തൻ്റെ വിശുദ്ധന്മാർക്കും, അങ്ങനൊരു വാക്യമില്ലയോ, ക്രിസ്തുവിനും അവൻ്റെ വിശുദ്ധന്മാർക്കും. 7ാമത്തെ ദൂതൻ വായിച്ച വെളിപ്പാട് 15 വാക്യം. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ, എപ്പോഴാണ് 7ാമത്തെ ദൂതൻ ഊതുന്നത്? അതിന് മുമ്പ് 6 ദൂതന്മാർ ഊതണം. അതെപ്പോഴാണ്? എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, 2ാം ഘട്ടത്തിലാണ് ഈ ന്യായവിധിയെല്ലാം ഉണ്ടായി. അവസാനത്തിൽ 7ാമത്തെ ദൂതൻ എതിർ ക്രിസ്തുവിനെ കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് കണ്ട് തൻ്റെ വായിൽ ശ്വാസത്താൽ ഒടുക്കി ആ രാജ്യം ക്രിസ്തുവിലേക്ക് കൈമാറുന്ന സമയത്തിൽ ലൂസിഫർ ഇവിടെ പറഞ്ഞില്ലേ, നീ എന്നെ ആരാധിച്ചതൊക്കെ നിനക്ക് വരാം, അവൻ്റെ കൈവശമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ വീണ്ടും ആ പിശാച് ജഡത്തിൽ വെളിപ്പെട്ട് എതിർ ക്രിസ്തുവായി വന്ന് യേശു ക്രിസ്തു അവനെ ജയിച്ചു കഴിയുമ്പോൾ ലോകരാജ്യത്വം കർത്താവിനായിത്തീരും. ദൂതന്മാർ കാഹളം ഊതും. 7ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ, 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി. ക്രിസ്തുവിനും അവൻ്റെ ക്രിസ്തുക്കൾക്കെന്നുള്ളതാണ് എൻ്റെ വ്യാഖ്യാനം. ക്രിസ്തുക്കളാരാ? വിശ്വാസികൾ, വിശുദ്ധന്മാരായ വിശ്വാസികളും വേലക്കാരും ചേർന്ന ആ സൈന്യം. വെളിപ്പാട് 10ാം അധ്യായത്തിൽ വെള്ള കുതിരപ്പുറത്ത് വരുന്ന സൈന്യം അവർ ഒരു മലയിൽ പ്രത്യക്ഷമാകും. അതാണ് ഇനി വരാൻ പോകുന്ന രാജ്യം. അതാണ് 7ാമത്തെ ദൂതൻ. എതിർ ക്രിസ്തുവിൻ്റെ 7ാം വർഷം അവസാനത്തിൽ ആ യേശു ക്രിസ്തുവും അത് എതിർ ക്രിസ്തു നേരെ വരും. എതിർ ക്രിസ്തുവിനെ തന്നെ വായനശാസ്ത്രം നീക്കുമെന്ന് 19ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ രാജ്യത്വം ക്രിസ്തുവിനായിത്തീരും. 7ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമാണ്. ഈ രാജ്യത്വത്തെക്കുറിച്ചാണ് കർത്താവ് ലൂക്കോസിന് 24ാം അധ്യായത്തിൽ പറയുന്നത്. ഈ രാജ്യം വരുന്നത് വരെ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. 24:38 വായിച്ചു.
ലൂക്കോസ് 24 വായിക്കുമ്പോൾ ഇതെല്ലാം സംഭവിച്ചു തീരുവോളം ഈ തലമുറ ആരെ? യഹൂദൻ നീങ്ങിപ്പോവുകയല്ല. വായിക്കാം ലൂക്കോസ് 24 ഇതെല്ലാം സംഭവിച്ചു തീരുവോളം. കണ്ടോ, ഈ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ പല ശക്തികൾ എഴുന്നേറ്റുണ്ട്. 83 സംഘത്തിൽ വായിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് വരുവിൻ, ഈ ജനത ഇല്ലാതാകത്തക്കവണ്ണം അവരെ മുടിച്ചു കളയാൻ പറഞ്ഞെങ്കിൽ ഇന്നുവരെയും മുടിക്കാൻ സാധിക്കത്തില്ല, ഇനി ഒട്ടും മുടിക്കാനും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതോ 21 ലൂക്കോസ് 21 അല്ലെങ്കിൽ മത്തായി 24 ഇതെല്ലാം സംഭവിച്ചു തീരുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല. റോമാലേഖനം 11 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ വായിക്കുമ്പോൾ 24:34 വായിച്ചേ. ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ലെന്ന് യഹൂദനെ കാണിക്കുകയാണ്. യഹൂദനെ നശിപ്പിക്കാൻ എത്രയോ കാലങ്ങളിൽ പിശാച് എഴുന്നേറ്റെങ്കിലും പിശാചിൻ്റെ പദ്ധതികളൊന്നും നിറവേറ്റിയിട്ടില്ല. ഇപ്പോഴും അവൻ്റെ രാജ്യം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു അറുതി ഉണ്ടായിരുന്നു. കാരണം സഭ മാറ്റപ്പെടുന്നവർ യഹൂദൻ്റെ രാജ്യം പൂർണ്ണമാകുകയില്ല. റോമർ 11:25 വായിക്കുമ്പോൾ 24-25 വായിച്ചേ. റോമർ 11:24-25. For if thou wilt cut off for the olive tree, which is the vine by nature, and which of the ground for the contrary to the nature into the good olive tree. 25. For I would not, brethren, that ye should be ignorant of the mystery, lest ye should be wise in your own conceit, the blindness in the part of the happiness happened to the Israel unto the fullness of the Gentiles to come. And the fullness of the Gentiles. ജാതികളുടെ പൂർത്തീകരണം നടക്കണം. പൂർണ്ണസംഖ്യ ദൈവസഭ പൂർത്തീകരിക്കുന്നത് വരെയും ഇസ്രായേലിൻ്റെ ഹൃദയം മങ്ങിപ്പോയി. അവർ ബ്ലൈൻഡായി മാറിയിരിക്കുന്നു. എന്താ കാരണം? തിരിച്ചറിവില്ലാതായിപ്പോയി. യേശുക്രിസ്തുവിനെ പോലും തിരിച്ചറിവില്ലാത്തവരായി അവർ വീണ്ടും യേശുവിനെ തിരിച്ചറിയുന്നൊരു കാലം വരും. അതാണ് മഹോദരകാലത്തിൻ്റെ അവസാനത്തിൽ. ഇതെല്ലാം കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ അവസാനത്തിൽ യേശുവും തൻ്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിൽ 1000 വർഷം ഭരണമുണ്ട്. വെളിപ്പാട് പുസ്തകം 20-4 വാക്യത്തിൽ ആരൊക്കെയാണ് ആ ഭരണത്തിൽ പങ്കാളികളായിത്തീരുന്നു എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. വായിച്ചേ. വെളിപ്പാട് പുസ്തകം 20-4 മുതൽ. And I saw the throne that is set upon them, and the judgment was given unto them, and I saw the souls of them that was beheaded for the weakness of Jesus and for the word of God. നോക്കണം. ഒന്ന്, കർത്താവ് തൻ്റെ സഭ, വിറ്റ്നസ് ഓഫ് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികൾ, പഴയ വിശുദ്ധന്മാർ, ഇവരെല്ലാം ചേർന്ന് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഈ ഭരണത്തിൽ പങ്കെടുക്കും. ആ 20-ാം അധ്യായത്തിൽ 1000 വർഷ ഭരണത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ യെശയ്യാ 32:1 വായിക്കുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും. പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശുദ്ധന്മാർ, സഭ അവരോടുകൂടി ഭരിക്കും. വായിക്കാം. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. യെശയ്യാ 11-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ രാജ്യത്വം എങ്ങനെ ആയിരിക്കും, ആ രാജ്യത്വത്തെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് യെശയ്യാ 11 വായിക്കുന്നത്. അതിൻ്റെ 9-ാം വാക്യം വായിച്ച് 11:9. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യില്ല. ഒരു ദോഷം ഉണ്ടാകത്തില്ല. കാരണം 1000 വർഷം കഴിയുമ്പോൾ സാത്താനെ ബന്ധിച്ചിരിക്കുകയാണ്. ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞതോടുകൂടി രാജ്യം സ്വസ്ഥമായി. അതാണ് 1000 വർഷ ഭരണം. യെശയ്യാ 65-ലും ഈ 1000 വർഷ ഭരണത്തിൻ്റെ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വായിച്ച് പഠിച്ചുകൊള്ളുക. അങ്ങനെ ഒരു രാജ്യം ഭൂമി സ്ഥാപിക്കാൻ പോകുന്നു. അതാണ് ദൈവരാജ്യത്തിൻ്റെ 2 ഘട്ടം. ഈ രാജ്യത്തിലേക്ക് യേശു വരുന്നതാണ്. സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൽ വായിക്കും. 4-ാം വാക്യം മുതൽ വായിച്ച്. സക്കറിയ 14:4 മുതൽ. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിന് എതിരെയുള്ള ഒലിവുമലയിൽ നിൽക്കും. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും. ഇന്ന് ഒലിവുമലയിൽ വിള്ളൽ വീണിരിക്കുന്ന ശാസ്ത്ര ഗവേഷണം തെളിയിച്ചുകൊണ്ട് അവിടെ കെട്ടിടം പണിയാനൊന്നും അനുവദിക്കുന്നില്ല. ഉള്ളത് പൊളിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. കാരണം മശിഹ വരുമെന്നാണ്. അങ്ങനെ മശിഹ ഇറങ്ങി വരുന്ന സമയത്തിൽ ആ കിഴക്കേ വാതിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചനത്തിൽ വായിക്കുന്ന 41 കണ്ടിട്ടുണ്ടല്ലോ. അന്ന് മശിഹ വരുന്ന സമയത്തിൽ ഈ അടച്ചിരിക്കുന്ന ഈ ഇസ്രായേലിലെ കിഴക്കൻ വാതിൽ തുറക്കുകയും അത് ഈ മശിഹ അതുവഴി കടന്നു വരികയും ചെയ്യും. കാരണം ഓശാന നാളിൽ കഴുതപ്പുറത്ത് കയറി കഴിഞ്ഞപ്പോൾ അടച്ചു. ആ അടച്ച ഗേറ്റ് ഇംഗ്ലീഷുകാർ, റോമൻ ഗവൺമെൻറ്, അതുപോലെ തന്നെ പിന്നീട് വന്ന പലരും, തുർക്കികൾ,
ഇതെല്ലാം നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ആർക്കും സാധിച്ചിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ വരും, വാതിലുകൾ തുറന്ന് ഈ വാതിൽ വഴിയായിട്ട് ഇസ്രായേലിൻ്റെ മശിയ കടന്നു വരേണ്ടതായതുകൊണ്ട് അതിപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു ഒലിവുമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ വാതിൽ തുറക്കും, അതുവഴിയായി അവൻ യെരുശലേമിലേക്ക് കയറി വരും, യെരുശലേം ദേവാലയത്തിലേക്ക്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, അവൻ്റെ വരെ നമുക്ക് കാണപ്പെടാം. ദൈവരാജ്യം വെളിപ്പെടുന്ന സമയം എത്തിക്കഴിഞ്ഞു. ആ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ജീവിതം ഭയത്തോടെ വിശുദ്ധിയോടുകൂടി അവൻ്റെ സ്നേഹം ചെലവഴിക്കാം. നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.